ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആഴ്ചകളായി നമ്മൾ ബിസിനസ് സ്ട്രാറ്റജീസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സെയിൽസ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ ബ്രാൻഡിങ്, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. പല തരത്തിലുള്ള കേസ് സ്റ്റഡീസ്, പല സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെയൊക്കെ ബിസിനസ് ഒരു എന്റർപ്രണർ എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യമെന്നും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഒക്കെ വളരെ രസകരമായി സുദീപ് സാർ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇന്ന് പുതിയൊരു സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളെല്ലാവരുടെ പേരിൽ സുദീപ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സുദീപ് സാർ കോട്ടയം സിഎംഎസ് കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസറാണ്, ഒരു IIM അലുമിനിയാണ്, ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. അങ്ങനെ പലവിധ രീതികളിൽ ബിസിനസ്സുമായി പരിചയപ്പെടുന്നു. കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ഇത്രയും കാലം ബിസിനസിന്റെ പല തലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൃത്യമായിട്ടും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി സുദീപ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സുദീപ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു വെരി മച്ച് സാർ. ഒരിക്കൽ കൂടെ ഈ ഒരു അവസരം തന്നതിന് പ്രത്യേക സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത് നമ്മൾ സ്ട്രാറ്റജീസ് ഇൻ ബിസിനസ് 3ാം ഭാഗമാണ്. ഇപ്പം പാർട്ട് 1 and 2 എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് സംബന്ധമായ കാര്യങ്ങളാണ്. സെയിൽസ് ആകാം, മാർക്കറ്റിംഗ് ആണ്, ബ്രാൻഡിങ് ആകാം. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോയി എന്നാണ്. ഇതിലുപരി ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ സാബു സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലാക്കി കുറച്ച് കേസ് സ്റ്റഡീസ് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു എന്താ പറയുന്നത് ഒരു ഫ്ലോർ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേസ് സ്റ്റഡീസ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ബിസിനസ് സ്ട്രാറ്റജീസിൽ HR ഒരു സ്ട്രാറ്റജി ഉണ്ട്. എങ്ങനെ നമ്മൾ റിക്രൂട്ട് ചെയ്യാം, ഈ ഹയർ ആൻഡ് ഫയർ അല്ലേ, പണിയാൻ വയ്യാത്തവനെ പറഞ്ഞു വിടുക. അപ്പം HR-നൊരു ഇത് പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനൊരു സ്ട്രാറ്റജി ഉണ്ട്. എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, അതെങ്ങനെ ചെലവാക്കണം, അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈവൻ റിക്കവറിയുമായിട്ട്, പൈസ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യണം, അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇനി ഫൈനാൻസ് മാനേജ്മെന്റിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. സെയിൽസിന് ഒബ്വിയസ്ലി സെയിൽസ് ഇസ് ബാക്ക് ബോൺ. പിന്നെ മാർക്കറ്റിംഗിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഓപ്പറേഷൻ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഓപ്പറേഷൻ അതാണ് ഞാൻ ആമുഖമായിട്ട് സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത്. ഓപ്പറേഷൻ എക്സലൻസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അതിനകത്ത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വെച്ച് നമുക്ക് ഈ വേസ്റ്റ് ഓഫ് മാൻ പവർ ആൻഡ് ടൈം എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ടയോട്ടയൊക്കെ ഉപയോഗിക്കുന്ന ജസ്റ്റ് ഇൻ ടൈം. ഞാൻ ഇൻട്രോ ആയിട്ടാണ് പറയുന്നത്, ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി കേട്ടതാണ്. ടയോട്ട എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആക്സസറീസും നിയർ ബൈ ഉണ്ട്. ഇൻ ടൈം ദേ ക്യാൻ ഏബിൾ ടു മാനുഫാക്ചർ ദ പ്രൊഡക്റ്റ്. അപ്പൊ അവർ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ സപ്ലൈസിനെ അവരുടെ ക്യാമ്പസിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഫാക്ടറിയിൽ തന്നെ അവർക്ക് ആക്സസറീസ് മാനുഫാക്ചർ ചെയ്യുന്ന സപ്ലൈസിനെ അവർ തന്നെ സ്ഥലം കൊടുത്ത് വെച്ചിട്ടുണ്ട്. സോ ദേ ഡോണ്ട് ഹാവ് ടു പർച്ചേസ് ദിസ്. അപ്പൊ എല്ലാ രീതിയിലും ജസ്റ്റ് ഇൻ ടൈം കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ ഓരോ ബിസിനസ്സിനും ഓരോ മോഡലാണ്. അപ്പം ചിലപ്പം സൈക്കിൾ വിൽക്കുന്ന ആൾക്ക് ഒരു മോഡല്, സ്കൂട്ടർ വിൽക്കുന്നവർക്ക് ഒരു മോഡല്. ഇനി ലക്ഷറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. ലക്ഷറി ബ്രാൻഡ് ചെയ്യുന്നവര് സത്യം പറഞ്ഞാൽ നമുക്കറിയാം കോടികൾ വിലയുള്ള വാച്ചുകളുണ്ട്. ഒന്ന് ആലോചിച്ച്. അപ്പൊ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? എത്ര പേർക്ക് അവർ സെല് ചെയ്യാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ച്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, നമ്മളൊരു എന്താ പറഞ്ഞ 500 രൂപയുടെ വാച്ച് തൊട്ട് 500 രൂപയുടെ വാച്ച് എടുത്തു കഴിഞ്ഞാൽ എത്ര മില്യൺസിന് നമുക്ക് സെല് ചെയ്യാൻ പറ്റും? ഇല്ല. എന്റെ അടുത്ത് 10 പേര് വാങ്ങിച്ചാൽ മതി. ഐ വിൽ സെൽ ഓൺലി ഫോർ 10 പീപ്പിൾ. അങ്ങനെ സെല് ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട്. അപ്പൊ ആ ബ്രാൻഡുകൾ എങ്ങനെയാണ്, അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളതും തീർച്ചയായിട്ടും അവര് ബ്രാൻഡിങ്ങിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. They are not selling the product. They are selling the brand itself. ആ ബ്രാൻഡിനകത്ത് അവരുടെ വാല്യൂ ഉണ്ട്, വാല്യൂ ഫോർ മണിയും. അപ്പൊ അത് കെട്ടിക്കൊണ്ട് നടക്കുക. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ CD ഷർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. CD പണ്ടത്തെ ടൈലർ ഷോപ്പിൽ പോയി CD അടിച്ച് കിട്ടുന്ന ഇതുണ്ടായിരുന്നു. പക്ഷെ സെയിം ക്വാളിറ്റി കേരളത്തിൽ തന്നെ എടുക്കും. വൈ വി നീഡ് ടു ഗോ ടു കൊളാബ ആൻഡ് ബൈ ദിസ്? ഓർ നമുക്കന്ന്
ബൈ പോസ്റ്റ് നമുക്ക് കിട്ടുമായിരുന്നു CD. നമുക്ക് എന്താ പറയുന്നത്, അവരൊരു കാർഡ് തരും, അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പൈസയും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഏത് സൈസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊണ്ടെത്തിക്കുന്ന ഒരു ലെവല്. അപ്പം ദ ബ്രാൻഡ്സ് പ്ലേസ് എ ബിഗർ റോൾ. അപ്പം CD ഇന്ന് ഇടുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ CD ഇട്ട ഒരാളെ കണ്ടു. അപ്പൊ ഞാൻ സർപ്രൈസ്ഡ് ആയി. പക്ഷെ പുള്ളി CD മാത്രമേ ഇടത്തുള്ളൂ. ഹീ ക്രിയേറ്റിംഗ് എ ബ്രാൻഡ് ഫോർ ഹിംസെൽഫ്. അപ്പം വേറെ ഷർട്ട് എന്താ ഇടാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇതാണ് ബ്രാൻഡ്. വാൾമാർട്ട് സ്റ്റോഴ്സ്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാൾമാർട്ട് സ്റ്റോഴ്സ്. അപ്പൊ ഞാൻ കൂടുതൽ ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോവാം. സ്ലൈഡ് കാണാമല്ലോ? കാണാം. ഓക്കെ. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ ആസ് എ കമ്പനി ഓണർ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അക്വേഴ്സ് റിസോഴ്സസ്, ഹ്യൂമൻ ആകാം, മെറ്റീരിയൽ ആകാം, ടെക്നോളജി ആയാലും എവിടെ നിന്നായാലും എൻവയോൺമെന്റിൽ നിന്ന് എടുക്കുന്നു. ഇപ്പൊ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നു, അവൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ CMS കോളേജിൽ ജോലി ചെയ്യുന്നു. CMS കോളേജിൽ ജോലി ചെയ്യുന്ന ഈ എൻവയോൺമെന്റിൽ ഞാൻ ജീവിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ തടി പണിയുന്നു, മരം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ സിറാമിക്സിന്റെ എന്തെങ്കിലും സാധനം വാങ്ങുന്നു. എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ദ സൊസൈറ്റി ഓർ എൻവയോൺമെന്റ്. This stakeholder will provide some capitals. Adding this capital, he is forming a organization. ഇതാണ് നമ്മൾ എല്ലാവർക്കും അറിയുന്നത്. കമ്പനി തുടങ്ങുന്നു, ചുരുക്കം പറഞ്ഞാൽ ഇത്രയും പറയാനാണ് ഒരു കമ്പനി തുടങ്ങാൻ പറയുന്നതിനാണ് ഇത്രയും പറഞ്ഞത്. അത് എൻവയോൺമെന്റിലുള്ള, അതായത് ഇവിടെയുള്ള കാര്യങ്ങളെ പുള്ളി കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. കമ്പനി തുടങ്ങുമ്പോൾ ഹി ഈസ് ഗോയിങ് ടു സെറ്റ് എ ഒബ്ജക്റ്റീവ് തുടങ്ങുന്നതിന് മുമ്പ് ഹി വിൽ തിങ്ക് അബൌട്ട് ഹൗ ഡു വി മേക്ക് മണി. തീർച്ചയായിട്ടും കാശ് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു വിചാരം ഉള്ളത് കൊണ്ടാണ് ഹി സ്റ്റാർട്ടിങ് എ കമ്പനി. ആൻഡ് ഹി ഈസ് ഗോയിങ് ടു സെറ്റ് സം വിഷൻ ആൻഡ് മിഷൻ ആൻഡ് ഗോൾ, ദാറ്റ് ഈസ് കോൾഡ് ദ സ്ട്രാറ്റജീസ്. എന്നിട്ട് he is building this organization and giving back to society, giving back to the environment. Giving back to environment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിന് കിട്ടുന്ന സാലറി, എനിക്ക് കിട്ടുന്ന സാലറി, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ഇത് സമൂഹത്തോട്ട് തന്നെ പോകുന്നത്. എനിക്ക് പച്ചക്കറി വാങ്ങണം, കാറ് വാങ്ങണം, സ്കൂട്ടർ വാങ്ങണം, അപ്പോൾ ഐ വിൽ ബൈ ഫ്രം someone else. അപ്പം ഇതൊരു എക്കോസിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യാം. സോ ബിസിനസ് ഈസ് ഓൾ അബൌട്ട് ബൈയിങ് ആൻഡ് ഓൾസോ വി ആർ സെല്ലിങ്. നമ്മൾ പലയിടത്തുനിന്ന് വാങ്ങുകയും നമ്മൾ വിൽക്കുകയും ചെയ്യുന്ന ഇടയ്ക്ക് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ. അതെങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ബിസിനസ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരു 12 കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ വേറെ അവസരങ്ങൾ ബാക്കി ഡിസ്കസ് ചെയ്യാം. കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഉണ്ട്, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി, പേര് തന്നെ ഫോക്കസ്, നിഷ്, ഒരു പ്രത്യേക നിഷിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, മാർക്കറ്റ് പെനിട്രേഷൻ സ്ട്രാറ്റജി, മാർക്കറ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി, ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്ട്രാറ്റജി, സസ്റ്റൈനബിൾ ബിസിനസ് പ്രാക്ടീസസ് സ്ട്രാറ്റജീസ്, കസ്റ്റമർ സെൻട്രിക്, കസ്റ്റമറിനെ ഫോക്കസ് ചെയ്ത് മാത്രമുള്ള സ്ട്രാറ്റജി, കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്, എജൈൽ ആൻഡ് അഡാപ്റ്റീവ് സ്ട്രാറ്റജി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ സെഷനിൽ. അതിനുശേഷം തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ ഓരോ ബിസിനസ് മോഡലും നമ്മൾ എടുത്ത് വാട്ട്സ് മേക്സ് ദാറ്റ് കമ്പനി ഡിഫറെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് എന്താ പറയുക നമുക്ക് മുന്നോട്ട് പോകാം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി സ്ട്രാറ്റജീസ് അറിയാവുന്നതുകൊണ്ടാണ് കേരളത്തിലെ കമ്പനികളൊന്നും കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടാൻ. അപ്പം ഇനി കേരളത്തിലെ കമ്പനി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. അതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം ഏറ്റവും കോസ്റ്റ് കുറച്ച് പ്രൊഡ്യൂസർ ഓഫ് ദ ഇൻഡസ്ട്രി. അപ്പൊ അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ ഫോക്കസ് ഓൺ എഫിഷ്യൻസി, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ
നമ്മുടെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ ആദ്യം തുടങ്ങി കഴിയുമ്പോൾ തീർച്ചയായും നമ്മുടെ എക്സ്പെൻസ് കൂടുതലാവും. പ്രൊഡക്ഷൻ കൂടുതൽ വരുമ്പോൾ തീർച്ചയായിട്ടും കോസ്റ്റ് കുറഞ്ഞു. അപ്പൊ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ബിസിനസ്സിലുള്ളവരാണ്. അപ്പൊ നമ്മൾ സപ്ലൈ അനുസരിച്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം തീർച്ചയായും ഒരെണ്ണം ഉണ്ടാക്കുന്നത് 10 ഉണ്ടാക്കുന്നതിന്റെ കോസ്റ്റ് സെയിം ആണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പം സെയിം ആണ് അവർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പം വാൾമാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ബിഗസ്റ്റ് US-ലുള്ള ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു മാർട്ടാണ്. അപ്പം ഈ ഒരു ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവരൊരു ബ്രാൻഡ് സെല് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ അവർ ഓൺ ബ്രാൻഡ് ആണ്, അവർ തന്നെ പ്രൈവറ്റ്ലി ഓൺഡ് ബ്രാൻഡ് ആണ് അവർ സെല് ചെയ്യുന്നത്. Walmart employs the cost leadership strategy by leveraging economies of scale, cost effective supply chain management, അവരുടേതായ തന്നെ സ്ട്രക്ചർ ഉണ്ട്, and low cost operation to offer everyday low prices for the customers. Everyday offer, everyday discounts അവർക്ക് ഓഫർ ചെയ്യാൻ സാധിക്കുന്നത് അവര് ചെയ്ത ഒരു മോഡൽ. അതുകൊണ്ടാണ് വാൾമാർട്ട് അത്രയും സക്സസ്. കാറ്റലീന പല എന്താ പറയുന്നത്, കാറ്റലീനയുടെ പ്രൊഡക്ഷൻ ഒക്കെ ഇന്ത്യയിലായിരുന്നു. 94-96 ഐ വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ സപ്ലൈയിങ് ടു ആൾ. ഇന്ന് നമ്മൾ കിറ്റക്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വി യൂസ് ടു സെക്യൂർ, അതായത് ഈ മറ്റേ വാൾമാർട്ട് സ്റ്റോഴ്സിനും JC Penney എന്ന് പറഞ്ഞ സ്റ്റോഴ്സിനും സാം ക്ലബ് എന്ന് പറഞ്ഞ ഇതിനും ഞങ്ങളുടെ കമ്പനി യൂസ് ടു സപ്ലൈ ദ ആക്സസറീസ് ഓഫ് ദ ക്ലോത്തിങ്. അപ്പോൾ അന്ന് തന്നെ അവര് വളരെ സ്പെസിഫിക് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് പോകുന്നത്, അതിന്റെ റിജക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം അത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് അവര് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഓക്കെ, ഞാൻ കോസ്റ്റ് എഫക്റ്റീവ് സ്ട്രാറ്റജി പറയുമ്പോൾ ഞാനൊന്ന് പോസ് ചെയ്ത് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതായിരിക്കും ഇച്ചിരി നല്ലതെന്ന്. ഇല്ലേ സാബു സാറേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കോസ്റ്റിനെ കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞാല് അവര് കൂടുതൽ സെയിൽസ് അതായത് കുറച്ച് പ്രോഫിറ്റ് എടുത്തുകൊണ്ട് കൂടുതൽ സെയിൽസ് നടത്തുക, അല്ലയോ? അതാണ് അവരുടെ സ്ട്രാറ്റജി. ഒന്നത് തന്നെയല്ല, നമ്പർ ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു പ്രിന്റ് എടുക്കണം, നമ്മളൊരു ബുക്ക് പ്രിന്റ് ചെയ്യണമെന്ന് ഞാൻ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യാൻ എനിക്ക് 10 ബുക്ക് പ്രിന്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് 2 പ്രിന്റ് എടുത്താലും മതി. പക്ഷെ കോസ്റ്റ്, അതിന്റെ ഇങ്ക് വരുന്ന കോസ്റ്റ്, മാൻ പവർ, അല്ലെങ്കിൽ ആ മെഷീനിലുള്ള കോസ്റ്റ്, എവറിത്തിങ് ഇസ് ദ സെയിം. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ നമ്മൾ വിസിറ്റിംഗ് കാർഡ് ഞാൻ പ്രിന്റ് ചെയ്യാൻ ഇവിടുത്തെ കോട്ടയത്തുള്ള ഒരു ഇത് കൊടുത്തു. അവര് പറഞ്ഞു, സുധീപേട്ട 100 കാർഡ് എടുത്താലും 500 കാർഡ് എടുത്താലും കോസ്റ്റ് ഒരുപോലെ, കാരണം മെനക്കേടാ എല്ലാം, ബിക്കോസ് വി ആർ യൂസിങ് ദാറ്റ് മച്ച് ഇങ്ക് ആൻഡ് എവറിത്തിങ്. അപ്പൊ ഇന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ ഒരു ബുക്ക്, ഇപ്പൊ നമ്മൾ ആരെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ബുക്കായിട്ട് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള ടെക്നോളജി റീസെന്റ് വന്നിട്ടുണ്ട്. അത് കോട്ടയത്തും ഉണ്ട്. അപ്പം നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അപ്പം ഈ അങ്ങനെ ഒരു മാർക്കറ്റിലോട്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു ബുക്ക് അടിച്ചു, പണ്ടെന്ന് പറഞ്ഞ ഒരു 100 ബുക്കെങ്കിലും അടിച്ചെങ്കിൽ എനിക്ക് ഞാൻ MRP വെച്ച ഇതിലേക്ക് എനിക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ബുക്ക്, ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമുക്കൊരു പ്രൊഡക്റ്റ് പറഞ്ഞ ഒരു ചൂല്, ഫോർ എക്സാമ്പിൾ പറഞ്ഞ ചൂല് വെക്കണം. ചൂലിന് മാർക്കറ്റിൽ ഒരു പ്രൈസ് ഉണ്ടല്ലോ. ഇപ്പൊ ചൂലുണ്ടാക്കി വരുമ്പോഴ് ഒരു വ്യക്തി ഒരു ചൂല് മാത്രമായിട്ട് ഉണ്ടാക്കണ്ടേ? ഒരു വ്യക്തി അതെല്ലാം ചെയ്യണമല്ലോ. കെട്ടണം, നൂല് നോക്കണം, അത് ഇളകി പോകാതെ നോക്കണം, അതിനൊരു ബ്രാൻഡ് അടിക്കണം. എന്നാൽ ആ വ്യക്തി ഒരു ദിവസം കംപ്ലീറ്റ് മെനക്കെട്ട് കഴിഞ്ഞ് 5 ചൂല് ഉണ്ടാക്കുന്ന ഒരു ദിവസത്തെ കൂലി എന്തായാലും കൊടുക്കണം, അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ ട്രെയിനിങ് വിളിച്ചു, പിന്നെ സാറേ 2 മണിക്കൂറത്തേക്ക് മതി എന്ന് പറഞ്ഞു. ഇത് പത്തനംതിട്ടയാണ്, എറണാകുളത്ത്, കാരണം എനിക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു, പത്തനംതിട്ടയിൽ 2 മണിക്കൂറത്തേക്ക് വരുന്നതും 5 മണിക്കൂറത്തേക്ക് വരുന്നതും സെയിം ആണ്. കാരണം ഒരു ദിവസം എനിക്ക് മെനക്കേടാ. വെദർ യു വാണ്ടഡ് ടു 5 hours ട്രെയിനിങ് ഓർ 2 hours ട്രെയിനിങ്, ഇറ്റ് ഇസ് സെയിം ടു മീ. കാരണം എനിക്ക് ഇവിടുന്ന് യാത്ര ചെയ്ത് പത്തനംതിട്ട എത്തണമെന്നുണ്ടെങ്കിൽ 1.5-2 മണിക്കൂർ എടുക്കും, 1.5 മണിക്കൂർ എടുക്കും. ശരിയല്ലേ? സോ വി നീഡ് ടു വർക്ക് ഓൺ ദിസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റുകളും അതിനുവേണ്ടി നമ്മുടെ കോസ്റ്റ്, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇത് ഹോം മെയ്ഡ് കൊടുക്കുന്നത് പോലല്ലോ, ഒരു കേക്ക് ഉണ്ടാക്കുന്നത് പോലെയല്ല. ഇപ്പൊ കേക്ക് തന്നെ നമ്മൾ ഹോം മെയ്ഡ് ആണ്, ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും.
രണ്ടാമത്തെ ഇതിലോട്ട് പോവുകയാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. മറ്റുള്ളവരിൽ നമ്മൾ എങ്ങനെ ഡിഫറെന്റ് ആകുമെന്നുള്ള. ഡെവലപ്പ് യുണീക് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ദാറ്റ് ഡെവലപ്പ് എ യുണീക് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ദാറ്റ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാകുക എന്നുള്ളത്. ആപ്പിളിന്റെ കാര്യം തന്നെ എടുക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ആപ്പിൾ എന്ന കമ്പനി, ഇതൊക്കെ ഞാൻ ബ്രാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കവർ ചെയ്തതാണ്. ഇപ്പം ആപ്പിളിന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച്, ആപ്പിൾ സ്റ്റീവ് ജോബ്സ് ഇത് ഇറക്കുന്ന സമയത്ത് പുള്ളി ചിന്തിക്കുകയാണ്, ഈ ഒരു മനുഷ്യൻ ഇന്ന് വരെ ഈ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല. ഹൗ ദിസ് പ്രൊഡക്റ്റ് ഈസ് ഗോയിങ് ടു സെൽ. ഒന്ന് ആലോചിച്ച്. അപ്പൊ അത്രമാത്രം മാർക്കറ്റില് വ്യത്യസ്തനായി നിൽക്കുകയും ആൾക്കാർ വാങ്ങുകയും ചെയ്യണമെന്നെങ്കിൽ അതുപോലെ ഇന്നോവേറ്റീവ് ആയിരിക്കണം, ക്വാളിറ്റി ആയിരിക്കണം, കസ്റ്റമർക്ക് വാവ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇൻ ഹരിഹർ നഗർ ഒരു സിനിമ അന്ന് ഇറങ്ങിയായിരുന്നു. പണ്ട് ട്രഡീഷണൽ ആയിട്ട് കുറേ പടങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫുൾ ടൈം തമാശ ഉള്ള ഒരു പടം കയറി വന്നപ്പോഴത്തേന്, ആൻഡ് ഓൾസോ വിത്തൗട്ട് സൂപ്പർ സ്റ്റാർസ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ട്രെൻഡ് തന്നെ മാറി. അല്ലെ, ക്ലിയർ ആണോ? സോ സംതിങ് ദാറ്റ് അട്രാക്ട്സ് മേക്സ് എ ഡിഫറൻസ് ഫ്രം ദ മാർക്കറ്റ്. അതിപ്പോ മൂവി ആകാം, മറ്റെന്തും ആകാം. ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇന്നോവേഷനിലും ക്വാളിറ്റിയിലും അതുപോലെ ബ്രാൻഡിങ്ങിലും കസ്റ്റമർ എക്സ്പീരിയൻസ്, ഇന്ന് ആപ്പിളിനെക്കാട്ടിൽ ക്വാളിറ്റി ഉള്ള മൊബൈൽ ഫോൺസ് ഉണ്ടല്ലോ. വൈ പീപ്പിൾ ആർ ബൈയിങ് ആപ്പിൾ ഓൺലി? ഇപ്പൊ അവർക്ക് പ്രസ്റ്റീജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്യാമറ ഇസ് ഗുഡ്, ബട്ട് ആപ്പിൾ ഉള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു ആൻഡ്രോയിഡും കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം എന്ത്? പല വർക്കുകളും ഐഫോണിൽ നടക്കാത്തതുകൊണ്ട്. എന്നാൽ ഐഫോൺ കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പം ആ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് ആപ്പിൾ മേക്സ്. പറഞ്ഞോളൂ. സാർ പറഞ്ഞോളൂ. മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. സാർ പറഞ്ഞ കണ്ടിന്യൂ ചെയ്തു. അപ്പം മൂന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റും കഴിഞ്ഞു. ഇനി ഫോക്കസ് ഓൺ നിഷ് മാർക്കറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റോളക്സ് വാച്ച്. റോളക്സ് മാത്രമല്ല, വാച്ചുകൾ, ലക്ഷറിയസ് ആയിട്ടുള്ള വാച്ചുകൾ, പെർഫ്യൂംസുകൾ, ദേ കോൺസെൻട്രേറ്റ് ഓൺ എ നിഷ് ഏരിയ. ഈവൻ ഐഫോൺ പോലും തുടക്ക സമയത്ത്, ഇന്നത്തെ കാലത്താണ് പലർക്കും ഐഫോൺ ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് വന്നത്. പണ്ടത്തെ കാലത്ത് ഐഫോൺ ഒക്കെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചേ, they have focused on a particular segments only. ഇന്ന് കാലം മാറി, ആൾക്കാരുടെ എല്ലാം ഒരു പക്ഷേ കാശായി, എഫേർട്ട് ചെയ്യാനുള്ള കാശുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് we can go for it. ഇനി ഫെറാറി എന്ന് പറഞ്ഞ കാറിനെ ഒന്ന് ആലോചിച്ചു. അവർക്ക് സുഖമായിട്ട് നല്ലൊരു കാറ് ഉണ്ടാക്കി ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ വാങ്ങും. ടയോട്ട പോലെ, അല്ലെങ്കിൽ മാരുതി പോലെ, അല്ലെങ്കിൽ ടാറ്റ പോലെ ഒരു ഒരു കാർ സെഗ്മെന്റ് ഉണ്ടാക്കാമായിരുന്നു. ബട്ട് they focused on few customers. അല്ലെ? നിഷ് മാർക്കറ്റ് ഫോർ ദ ലക്ഷറി സ്പോർട്സ് കാർ. ലക്ഷറി കാർ മാത്രമല്ല, സ്പോർട്സ് കാർ. ഒന്ന് ആലോചിച്ച്, ഫെറാറിയിൽ ഇന്ന് ലംബോർഗിനിയിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, ഇന്ന് കോട്ടയത്തും ഉണ്ട്. പക്ഷെ അവരെന്ത്, ഒരു പ്രസ്റ്റീജ് മേക്സ് എ ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഒരു ബ്രാൻഡ് അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ തന്നെ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എന്ത് പറയുന്നത്, ഫെറാറി വന്നത്. ഫെറാറിയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ കാര്യം ഞാൻ പറയുന്നത്. മറ്റേത് ആക്ച്വലി സ്പോർട്ട് വെഹിക്കിളിന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യരുത്. അപ്പൊ ഇവരുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ എത്ര പേര് വാങ്ങും? ഇന്ത്യയിൽ തന്നെ ഫെറാറി ഉള്ളത് എത്ര കാണും എന്നാലോചിച്ച്. അപ്പൊ സോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആണോ? കോസ്റ്റ് എഫക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ചിട്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റൂ. അത് മാത്രമല്ല, രണ്ട്, വാട്ട്സ് ഡിഫറൻസ് യു ക്യാൻ മേക്ക് ഫ്രം അതർ കോമ്പറ്റീറ്റേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തുമാത്രം വ്യത്യാസമുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് ചീപ്പായിട്ട് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ചെലവ് 1000 രൂപ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായി,
പക്ഷെ മാർക്കറ്റിൽ ഇതേ സെയിം പ്രൊഡക്റ്റ് 500 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഈ പ്രൊഡക്റ്റ്. സോ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് എ ചീപ്പർ സോഴ്സസ് ടു ഗെറ്റ് ദ പ്രൊഡക്റ്റ് ഓൺ എ കോസ്റ്റ് എഫക്റ്റീവ് വൺ. അതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് യുവർ പ്രൊഡക്ട്സ് മേക്സ് എ ഡിഫറൻസ് ഫ്രം അതേഴ്സ്. ഇപ്പൊ ചൂല് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി പറഞ്ഞു. ഇപ്പൊ നാളെ ചൂലിന് ഒരു പ്രത്യേക ഒരു വളയമൊക്കെ ഇട്ട് ഒരു ബ്രാൻഡിങ് കൊടുത്തത് അതിന്റെ കൂടെ എന്താ പറയുക ഒരു ചപ്പുകോരി അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുവോ, സം കൈൻഡ് ഓഫ് അഡീഷണൽ കൊടുത്ത് മേക്ക് പീപ്പിൾ അട്രാക്റ്റീവ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു എന്താ പറയുന്നത് ഒരു ഡസ്പാനും കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് മേക്സ് എ ഡിഫറെന്റ് ഫ്രം ദ നോർമൽ പ്രൊഡക്റ്റ്. മൂന്നാമത്തെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ആളെയാണ് ടാർഗറ്റ് ചെയ്യുന്നുള്ളത്, നിങ്ങൾ ഏത് വിഭാഗത്തിന്. അതിന് നമ്മൾ മാർക്കറ്റിംഗിൽ STP എന്ന് പറഞ്ഞു, മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് അതൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് സ്ട്രാറ്റജീസ് വരുമ്പോൾ നമ്മൾ വാട്ട് ആർ യു ഫോക്കസ്, എങ്ങനെയുള്ള ക്രൗഡിനെയാണ്, നിഷിലേക്കാണ് നോക്കുന്നത്. എങ്ങനെ പോയി നിഷ് ആൻഡ് മൈക്രോ നിഷ് എന്ന് പറയും, അവരെ മാത്രമാണ്. ഫെറാറി പോലുള്ള കമ്പനികൾ മൈക്രോ നിഷിനെ മാത്രമേ നോക്കുന്നുള്ളൂ. അവർ പറയുന്നത് കേരളത്തിൽ 4 പേര് വാങ്ങിച്ചാൽ മതി, ഐ വിൽ ബി പ്രോഫിറ്റബിൾ. എന്നാൽ ആ ഒരു പ്രോഫിറ്റിലോട്ട് കിട്ടുമ്പോൾ ടയോട്ട ഒരു പക്ഷേ 4 ഫെറാറി വിൽക്കുമ്പോൾ ടയോട്ട ചിലപ്പോൾ 100 ടയോട്ട വിറ്റാലേ അവന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. സീ ദിസ്, ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. റോളക്സ് അവന് 5 റോളക്സ് വിൽക്കുമ്പോൾ ഇവിടെ HMD കാരൻ ചിലപ്പോൾ 500, HMD ഇല്ല, ടൈറ്റാൻകാരന് 500 വാച്ച് വിറ്റെങ്കിൽ മാത്രമേ ഏകദേശം അവന്റെ പ്രോഫിറ്റിനോട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യണം നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ നിൽക്കണം, ആരാണ് പ്രൊഡക്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് യൂണിലിവർ പോലുള്ള കമ്പനികൾ ഇപ്പൊ ഒരു സോപ്പ് ഇറക്കി, അതിനെ കൂടെ 3-4 സോപ്പ് ഇറക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഐശ്വര്യ റായ് മാത്രം കുളിക്കുന്നത്, അത് കഴിഞ്ഞ് സീരിയൽ നടിമാര് കുളിക്കുന്ന സോപ്പ്, നടന്മാര് കുളിക്കുന്ന സോപ്പ്, സാധാരണ കർഷകർ തുറക്കുന്ന സോപ്പ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദേ ടാർഗറ്റ് എ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഡെമോഗ്രാഫിക്കൽ ഏരിയാസ്. അതായത് ഒരു മനുഷ്യനെയും, അതായത് സെലിബ്രിറ്റി തൊട്ട് താഴെ വരെയുള്ള, അല്ല കിസാൻ കാ സോപ്പ് ഹേ സാബുൻ ഹേ എന്നും പറഞ്ഞ് ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയും. അന്ന് ലൈഫ് ബോയ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ലൈഫ് ബോയ് തേച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യം വരുമെന്നുള്ള ചിന്തയായിരുന്നു. അന്നെന്ന് പറയുന്നത് വലിയൊരു, നിങ്ങളെല്ലാം ഒരു പക്ഷേ ഓർക്കുന്നുണ്ടായി ലൈഫ് ബോയ് സോപ്പിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു. എത്ര തേച്ചാലും, മാസങ്ങൾ തേച്ചാലും അത് പോകത്തില്ല. ഇന്നത്തെ ലൈഫ് ബോയ് ഒന്ന് തേച്ചു നോക്കൂ, എത്ര ദിവസം കൊണ്ട് തീരും. പ്രത്യേകിച്ച് ചന്ദ്രിയൊക്കെ ആണെങ്കിൽ എന്തുമായിരിക്കും. അപ്പം എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം എന്നുള്ളത് സ്ട്രാറ്റജീസ് നിങ്ങൾ തന്നെ അഡോപ്റ്റ് ചെയ്യണം. സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ മാർക്കറ്റ് ആണോ, അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള, ഇപ്പൊ ലക്സ് ഒക്കെ സെല്ല് ചെയ്യുന്നത് എത്ര പേര് ലക്സ് വാങ്ങും. എന്നാൽ ചന്ദ്രിക എന്ന് പറയുമ്പോൾ എന്തോ ഒരു മണമാണ്. ചന്ദ്രിക കുളിച്ചു കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വലിയൊരു ഫീലാണ്. പക്ഷെ എത്ര പ്രാവശ്യം കുളിക്കും? ഒരു 5 പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രിക ഇല്ല, പിന്നെ മാനത്ത് നോക്കണം ചന്ദ്രിക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിന്റെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നത്. ഇനി മാർക്കറ്റ് പെനിട്രേഷൻ സ്ട്രാറ്റജി, അതിനകത്ത് തന്നെ മാർക്കറ്റിലോട്ട് ഇടിച്ചിറങ്ങാനുള്ള സ്ട്രാറ്റജി ആയിരിക്കും. അപ്പൊ കൊക്കക്കോളയുടെ സംബന്ധിച്ച്, കൊക്കക്കോള ഇവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ പോയ കഥകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കൊക്കക്കോള ഇറങ്ങിയതെന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ അവര് ഓരോ സെഗ്മെന്റിലും, ഇപ്പൊ ഞാൻ ഒരു പക്ഷേ മാർക്കറ്റിംഗിൽ ഞാൻ പറഞ്ഞു കാണും സ്ട്രാറ്റജി, എന്നാലും ഇത് സ്ട്രാറ്റജി ആയതുകൊണ്ട് ഞാൻ പറയാം. UP-യില് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയില് അവര് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് തണുത്ത ടണ്ടാതേതോ എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഈ ഒരു സമയത്ത് അവര് അവിടെ വെക്കുന്ന കൂൾ ഡ്രിങ്ക്സ് എന്തോ അല്ലെങ്കിൽ തണുപ്പിച്ച വെള്ളം എന്തോ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. കല്ലെ കൂജയിൽ വെച്ചിരുന്ന വെള്ളമായിരുന്നു ടണ്ട എന്ന് പറയുന്നത് അന്നത്തെ കാലം. ആ സമയത്ത് അവര് അമീർ ഖാനെ കൊണ്ടുവന്ന് പറയുന്നു, കൊക്കക്കോള കുടിച്ചിട്ട് പറഞ്ഞു ടണ്ടാതേതോ. അപ്പം പറഞ്ഞു ഏ നഹി ദൂസര കൊക്കക്കോള, ഏ ടണ്ട എന്ന് പറയും. അപ്പോൾ പറയുന്നു കൊക്കക്കോള എടുത്തു കൊടുക്കുന്നു, പറഞ്ഞു ടണ്ട മതലബ് കൊക്കക്കോള. അപ്പോൾ അങ്ങനെ
അങ്ങനെ ഒരു ക്രൗഡിനെ മൊത്തം അവര് പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ടണ്ട മതല കൊക്കോള എന്നുള്ള ലെവലിലേക്ക് പറഞ്ഞു മനസ്സിലായി മാർക്കറ്റിലേക്ക് ഇങ്ങനെ പറഞ്ഞാൽ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങി വരികയാണ്. റൂട്ടൊക്കെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് പോലെ തന്നെ അവര് ഇൻസൈഡിലേക്ക്, അപ്പൊ കൊക്കോകോള ആ ഗ്രാമത്തിൽ കംപ്ലീറ്റ് എത്തത്തക്ക രീതിയിൽ. ഇപ്പൊ കേരളത്തിലാണെങ്കിലും അത് തന്നെ എടുക്കുന്നത്. ഇപ്പൊ കൊക്കോകോള ക്യാമ്പസിലൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫുട്ബോള് അവിടെ വെച്ചതിന് ശേഷം ഫുട്ബോൾ തൊഴിച്ചു കഴിഞ്ഞ് അതിൽ എന്താ പറയുന്നത്, അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊക്കോകോള ഫ്രീ കിട്ടുന്ന ലെവലിലോട്ട് അത് അഡാപ്റ്റ് ചെയ്തു. അപ്പോഴത്തേനും ആൾക്കാർക്ക് വന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, അത് കുറച്ചു നാളത്തേക്കേ ഉള്ളൂ. അപ്പം അങ്ങനെ ഓരോ സ്ട്രാറ്റജീസ് വെച്ചതിന് ശേഷം ഓരോ മാർക്കറ്റിലേക്ക് അവര് പെനിട്രേറ്റ് ചെയ്യാൻ. ഇനി കൊളാബറേറ്റീവ് ഉണ്ട്, അത് വരുന്നുണ്ട്. കൊളാബറേറ്റീവ് നമ്മള് എന്താ പറയുന്നത്, ഇവിടെ അത്രയും ഉണ്ടോ എനിക്കറിയത്തില്ല. പിസ്സ ഹട്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ഇതിന്റെ കൂടെ പെപ്സി അല്ലെങ്കിൽ കൊക്കോകോള കിട്ടുന്നത് എന്താ, ദേ ഹാവ് എ കൊളാബറേഷൻ സ്ട്രാറ്റജി. അതേ വരുന്നേ ഉള്ളൂ. അപ്പൊ മാർക്കറ്റ് പെനിട്രേഷൻ ഇറ്റ്സ് ഓൾ അബൌട്ട് പെനിട്രേറ്റിംഗ് ഇൻ ടു ദ മാർക്കറ്റ്. അതായത് പുതിയൊരു മാർക്കറ്റിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് പോവുക എന്നുള്ളത്. ഇപ്പം മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക, പുതിയൊരു മാർക്കറ്റ് ഇല്ല, അങ്ങനെ ഒരു സ്ട്രക്ചറേ അവർക്കില്ല. ഇപ്പോൾ സ്റ്റാർബക്ക് കോഫിയിൽ ആരാ പോയി ചായ കുടിക്കുന്നത്? എനിക്കൊരു ചായ 20 രൂപയ്ക്ക് കിട്ടും. സ്റ്റാർബക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ 200, 250, 300 രൂപ കൊടുക്കണം. അതും നമ്മുടെ വീട്ടിൽ കുടിക്കുന്ന ഒരു കോഫിയുടെ ഒരു ടേസ്റ്റും ഇല്ല. ഒന്നാലോചിച്ച്. ബട്ട് വാട്ട് ദേ ആർ ഗിവിംഗ് ഇസ് എ ടൈം. അവിടെ നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങളുടെ ബിസിനസ് ചെയ്യാം, കൂട്ടുകാരുമായിട്ടിരുന്ന് സംസാരിക്കാം. ആക്ച്വലി ദേ ആർ നോട്ട് സെല്ലിംഗ് ദ പ്രൊഡക്റ്റ്, ദേ ആർ സെല്ലിംഗ് ദ ടൈം. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഓഫീസില്ല, സ്റ്റാർബക്കിൽ വരൂ, ബിസിനസ് ചെയ്യൂ, എൻജോയ് അവർ കോഫി. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ലെവലിലോട്ട് അവരെത്തി. മക്ഡൊണാൾഡ്സും ഏകദേശം ഒരു സിമിലർ, ഇതുപോലെ അല്ലെങ്കിൽ പോലും സിമിലർ മാർക്കറ്റ് ഡെവലപ്മെന്റ് ബൈ എക്സ്പാൻഡിങ് ഇൻ ടു ന്യൂ ജോഗ്രഫിക്കൽ ഏരിയാസ്, അഡാപ്റ്റിംഗ് മെനൂസ് ഫോർ ദ ലോക്കൽ ടേസ്റ്റേഴ്സ് ടു ഹെൽപ്പ്. ഒരു അമേരിക്കൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൊണ്ടുവരാതെ ആ ലോക്കൽ ടേസ്റ്റൂടെ കൊണ്ടുവരത്തക്ക രീതിയിൽ, മെർജ് ചെയ്യത്തക്ക രീതിയിലാണ് അവർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തു വന്നത്. ആറാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആർ, ഞാൻ പറഞ്ഞേ, ഇൻഡെഫിനിറ്റ് സ്ട്രാറ്റജീസ്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ക്രിയേറ്റ് എ ന്യൂ പ്രൊഡക്റ്റ് ഫോർ ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. റിസർച്ച് ചെയ്യേണ്ടി വരും, ഇന്നോവേഷൻ ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പം ആപ്പിളിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഐഫോൺ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു. ഗൂഗിള് പുതിയ കാര്യങ്ങളാണ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ ഈവൻ നിങ്ങൾക്കും ഒരുപക്ഷെ ഒരു കോള് കിട്ടുമായിരിക്കും, നിങ്ങൾ ഗൂഗിൾ റിവ്യൂ ചെയ്യാം എന്നൊക്കെ നമുക്ക് പറയാം. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജിയാണ്. ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ നിന്നും അതിനെ റിലേറ്റ് ചെയ്തുള്ള ഡൈവേഴ്സിഫൈ ചെയ്യാൻ, എക്സ്പാൻഡ് ടു ന്യൂ പ്രൊഡക്ട്സ് ഓർ ന്യൂ മാർക്കറ്റ് ടു റെഡ്യൂസ് റിസ്ക്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല പോക്കറ്റിൽ, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ ഡിസ്കഷനിലൊക്കെ സംസാരിച്ചാണ്, വി വിൽ ഹാവ് എ ഡിഫറെന്റ് പോക്കറ്റ്സ്. ഇപ്പം പറഞ്ഞാൽ CMS കോളേജുമായിട്ട് എനിക്കൊരു ടൈപ്പ് ഉണ്ട്. ഐ എം ഗെറ്റിംഗ് ദ പാക്കേജ് ബിക്കോസ് ഐ എം ഡൂയിങ് എ കരിയർ ഡെവലപ്മെന്റ് ഫോർ ദം, ദ സ്റ്റുഡൻസ്. അറ്റ് ദ സെയിം ടൈം ഐ എം എ കോർപ്പറേറ്റ് ട്രെയിനർ. അല്ലേ? ഇവിടെ എനിക്ക് ഡൾ ആയി കഴിഞ്ഞാൽ ഐ ക്യാൻ ബി മാനേജ് ഇൻ ദിസ് ഏരിയ. അപ്പം ടൈപ്സ് ആയിരിക്കും, മെർജസ് ആയിരിക്കാം. അപ്പം നമ്മൾ നോക്കുക ഏത് ഏരിയയിൽ നമുക്ക് എന്താ പറയുന്നത് റെഡ്യൂസ് ചെയ്യാം. നാളെ ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ല എന്ന അവസ്ഥ പറയും. ഒരു പക്ഷേ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ്, ഫിസിക്കൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഓൺലൈനിൽ പ്രിഫർ ചെയ്ത ഓൺലൈൻ എമർജസ്. ഇനി നാളെ ഓൺലൈൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വി നീഡ് ടു ഫൈൻഡ് അനദർ ടെക്നോളജി, അല്ലേ? അപ്പൊ അതിനുവേണ്ടി ആൾക്കാർ ഇന്ന് AI ഡെവലപ്പ് ചെയ്തതോടുകൂടി നമുക്ക് പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് സ്റ്റുഡന്റ് സെൻട്രിക് ആണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ.
പണ്ട് ഗുരുകുലത്തിലോട്ട് പോകുമ്പോൾ ഇന്നും ഒരു പക്ഷേ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഗുരു സെൻട്രിക് ആണ്. നമ്മൾ ഗുരുവിന്റെ അടുത്ത് പോകുന്നു, നമ്മൾ പഠിക്കുന്നു, യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നു, കോളേജിൽ പോയി പഠിക്കുന്നു, ബുക്സ് വാങ്ങിച്ചു. ഇന്ന് സ്റ്റുഡന്റ് സെൻട്രിക് ആണ്. ഇപ്പോൾ എനിക്ക് സാബു സാറിന്റെ അടുത്ത് വന്ന് മാർക്കറ്റിംഗ് മാനേജർ വേണോ വേണ്ടോ എന്നുള്ളത് ഞാനാ സെലക്ട് ചെയ്യുന്നത്. വെദർ ഐ നീഡ് ടു ടേക്ക് ഡോക്ടർ സാബു ആസ് മൈ മെന്റർ ഓർ നോട്ട്, ഐ ക്യാൻ സെലക്ട് ഓർ നോട്ട്. അപ്പം ഗുരു ഹാസ് ടു അപ്ഡേറ്റ് അല്ലേ? എന്റെ സ്കില്ല് ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ എന്നെ സ്റ്റുഡൻസ് ഇന്ന് എന്നെ പഠിപ്പിക്കാൻ വിളിക്കത്തില്ല. ദിസ് ക്യാൻ ഹാപ്പൻ ടുമോറോ. സ്റ്റുഡന്റ് സെൻട്രിക്കിലേക്ക് പോവാണ്. ഇന്ന് ന്യൂസ് പേപ്പർ കണ്ടല്ലോ, കേരളത്തിൽ ആർക്കെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണോ എന്ന് ചോദിക്കുന്നത്. ആർക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇന്നൊരു ജോക്ക് വന്ന പോലെ നമുക്കൊന്ന് തുടങ്ങിയാലോ എന്നും പറഞ്ഞിട്ട്. ദിസ് ഇസ് ദ പോസിബിലിറ്റീസ്. ഇത് പോസിബിലിറ്റീസ് എന്നല്ല പറഞ്ഞത്. ഇന്ന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, ഇത്രയും വലിയ സ്ട്രക്ചർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദേ ആർ ഗിവിംഗ് സെഗ്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കേരള യൂണിവേഴ്സിറ്റിക്ക് ഇന്ന് CMS എടുത്ത ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി, മഹാരാജാസ് എടുത്ത ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി. യു മാനേജ് യുവർസെൽഫ്. അങ്ങനെ വരികയാണെങ്കിൽ ദ കോമ്പറ്റീഷൻ ഇസ് ടു ഹൈ. കസ്റ്റമർ ഇസ് കിങ് എന്ന് എന്താ പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് എഡ്യൂക്കേഷൻ സെക്ടറിലും നമ്മൾ സ്റ്റുഡന്റ് ഈസ് എ കിങ് എന്ന് പറയും. ഞാനത് പറയാൻ വേണ്ടി വന്നതല്ല, ഞാൻ പറയാൻ വന്നത് അതുകൊണ്ട് ഏത് രീതിയിലായാലും നമ്മളൊക്കെ ട്രെയിനേഴ്സ് ആണ്. ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ട്രെയിനിങ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഏത് ലെവലിലായി കഴിഞ്ഞാലും നമ്മുടെ കിട്ടേണ്ട ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്ത് നമ്മൾ അപ്സ്കിൽ ചെയ്ത് നിന്നില്ലെങ്കിൽ, നമ്മൾ ഡൈവേർട്ട് ചെയ്ത് നിന്നില്ലെങ്കിൽ, വി വിൽ ബി ഔട്ട് ഓഫ് ദ ബിസിനസ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ്, ഒരു ദോശ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ വട കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ അക്സസറീസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി തീർച്ചയായിട്ടും ടങ് ക്ലീനറും തീർച്ചയായിട്ടും പേസ്റ്റ് ബ്രഷും ഉണ്ടാക്കണം. അപ്പോൾ പേസ്റ്റും തുടങ്ങുന്ന ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മൗത്ത് വാഷും തുടങ്ങാം, ഇല്ലേ? അതിന്റെ ഒരു മാർക്കറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും കമ്പനിയുമായിട്ട് അവർക്ക് മെർജ് ചെയ്യാം, പുതിയ പ്രൊഡക്റ്റുകൾ ചെയ്യാം, അക്വയർ ചെയ്യാം. ഡിസ്നി എന്ന് പറയുന്ന കമ്പനി ആനിമേഷൻ ആണെങ്കിൽ ഇന്ന് മീഡിയ നെറ്റ്വർക്ക് ഉണ്ട്, മൂവി പ്രൊഡക്ഷൻസ് ഉണ്ട്. സീ ദിസ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പൊ ഡിസ്നിയുടെ ഒരു മെച്ചം എന്ന് പറയുന്നത് there is no bad language, no harassment, even the family can sit. General Electrics, for example, diversified into core focus. ഇപ്പൊ നമുക്ക് റിലയൻസ് നോക്കാം. റിലയൻസിനെ നമ്മൾ ആദ്യം കണ്ടുന്നത് പെട്രോ കെമിക്കൽ കമ്പനിയാണ്, പെട്രോളിയം കമ്പനിയാണ്. ഇന്നെന്ന് പറയുന്നത് റിലയൻസ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ഇൻടു തൗസൻഡ്സ് ഓഫ് കമ്പനീസ്. നമുക്കൊരു പക്ഷേ നമ്മുടെ ഒരു പ്രായത്തിൽ ടാറ്റ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇന്ന് അംബാനിയെ സംബന്ധിച്ചോളം ഈ ടെലികോം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ he will get the money from petroleum. Petroleum is not working, he is getting money from the energy. അദാനി എങ്ങനെ ഡെവലപ്പ് ചെയ്തു പോയത്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഞാനത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മേ ബി സം സപ്പോർട്ട് ഓർ there or അവിടെ ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ he has some strategies, അല്ലേ? അതും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമല്ലേ? നമുക്കും ആകാമായിരുന്നല്ലോ, അല്ലേ? നമുക്ക് ഇവരെ അക്സസിബിൾ അല്ലേ? നമുക്കും പോയി കാണത്തില്ലേ? അപ്പൊ ഇല്ല, അവന് ഭയങ്കര പൊളിറ്റിക്കൽ ഭയങ്കര പിടിയാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര അതുകൊണ്ട് അവന് ഇത് കിട്ടിയത്. നമുക്കും ആകാമല്ലോ, നമുക്ക് കോണ്ടാക്ട് ചെയ്യാമല്ലോ. ആർ വി യൂസിങ് ദ സെയിം എന്താ പറയുന്നത് കോണ്ടാക്ട്സ് ഓർ നോട്ട്? ഇപ്പം സാബു സാറ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാബു സാറുമായിട്ട് എനിക്കും ആക്സസ് ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം ആക്സസ് ഉണ്ട്. പക്ഷെ സാബു സാറുമായിട്ട് 2-3 പേര് അസോസിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എനിക്ക് സാബു സാറിനെ അറിയാമായിരുന്നല്ലോ, പിന്നെന്താ ഞാൻ ചെയ്യാൻ? അത് ആരുടെ കുഴപ്പമാണ്? ബിക്കോസ് സ്ട്രാറ്റജീസ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് യു.
ഹൗ യു ആർ ഗോയിങ് ടു ഡെവലപ്പ് ഈസ് ഇറ്റ്സ് അപ് ടു യു. എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ളത് ആണ്. അപ്പോൾ ഇവർ ഓരോ സ്ട്രാറ്റജീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫെയിലർ ആകാം. ഫെയിലർ ആണെങ്കിൽ നമ്മൾ അത് ലെസൺ ആയിട്ട് എടുക്കുക. അടുത്ത ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഡിജിറ്റൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ടെക്നിക്കൽ ആയിട്ട് ഇപ്പം ആമസോണിന്റെ എടുക്കാം. ഓക്കെ, ആമസോൺ എന്തുവായിരുന്നു? പഴയ ആമസോണിന്റെ ഒരു ഫോട്ടോ നോക്കണം, ഗൂഗിളിന്റെ, ഐഫോണിന്റെ ഒക്കെ. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആമസോണിനെക്കാട്ടിലോ അല്ലെങ്കിൽ ഐഫോണിന്റെ മറ്റേ എന്താ പറയുന്നത് കമ്പനിയോ അല്ലെ ഗൂഗിളിന്റെ കമ്പനിയെക്കാട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസിലാണെന്നുള്ളതാ. ആലോചിച്ച് ജസ്റ്റ് ഇമാജിൻ. പഴയ ഫോട്ടോസ് നിങ്ങൾ ഓൾ ബിസിനസ് പീപ്പിൾ ഹാസ് ടു ഗോ ത്രൂ ഓൾ ദ കേസ് സ്റ്റഡീസ്. നിർമ്മ എന്ന ബ്രാൻഡ് അദ്ദേഹത്തിന്റെ വീടിന്റെ ബാക്ക് യാർഡിൽ ആയിരുന്നു ഈ എന്താ പറയുക സോപ്പ് പൊടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ സൈക്കിൾ എന്നാ പറയുന്നത്. സൈക്കിളിൽ ഓരോ വീടുകളിൽ നോക്കി അവർ സെല് ചെയ്യായിരുന്നു. ദാറ്റ് വാസ് എ സ്ട്രാറ്റജി. ബട്ട് വെൻ യു സ്റ്റാർട്ടഡ് യുവർ ഡിറ്റർജന്റ് ഫോം, യു ബോട്ട് എ വെയർ ഹൗസ്. ഒന്നാലോചിച്ച്. അപ്പം നമ്മൾ അതിനേക്കാൾ ചൂട് വലിയ നിലയിലാണ് തുടങ്ങിയത്. പക്ഷെ അത് കഴിഞ്ഞ് മുന്നോട്ട് എന്ത് സംഭവിച്ചു? അതാണ് ഇതൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാനും അത് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വില്ലിങ്നെസ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോ എന്ന് പറയുന്നത് അതൊന്നും, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് മലയാളികൾ, ഞാൻ ഉൾപ്പെടെ ഉള്ള മലയാളികൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ ഒരു വലിയൊരു പ്രയാസം. അവരെന്ത് വിചാരിക്കും? ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ബിസിനസ് തരും, അവന് വേണേ വന്ന് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചോട്ടെ. ക്ലിയർ ആവുന്നുണ്ട്? പിന്നെ തീർച്ചയായിട്ടും നമുക്കും എന്താ പറയുന്നത്, നമ്മളിൽ നമ്മുടെ നാട്ടുകാർക്ക് നമുക്കൊരു വില ഇട്ടിട്ടുണ്ട്. അത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്താലും, ഇപ്പൊ തന്നെ ഒരു പക്ഷേ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സുധീപ് ഇങ്ങനെ ശരിക്കും ഒരു ഇതുണ്ടോ? ഇപ്പം സാബു സാർ ഒരു 3 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്ലാറ്റ്ഫോം, സാബു സാറിന് പറ്റുമോ? ഇത് നമ്മുടെ സാബു സാർ, നമ്മുടെ അയൽവക്കത്തുള്ള ആളല്ല. See this, they don't accept. അപ്പം അക്സെപ്റ്റ് ചെയ്യാതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന നോക്കുന്നു, അവള് പറഞ്ഞു നമുക്ക് പറ്റത്തില്ല. ഏതൊരു കമ്പനി ആയാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി വേണം. ഈ പറയുന്ന 12 സ്ട്രാറ്റജി ഒന്നുമല്ല. യു ഹാവ് യുവർ ഓൺ സ്ട്രാറ്റജി. ടുഡേ നിങ്ങൾ റൈറ്റ് എ പീസ് ഓഫ് പേപ്പർ സെയിങ് ദാറ്റ് ടുഡേ ഐ ആം ഗോയിങ് ടു അപ്ലൈ ദിസ് മച്ച് സ്ട്രാറ്റജീസ് ടു സ്കെയിൽ അപ്പ് മൈ ബിസിനസ്. End of the day, you check how many strategies was going to work out. ഈ സ്ട്രാറ്റജി കാരണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. സക്സസ്ഫുൾ ആയ സ്ട്രാറ്റജിയെ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് മുന്നോട്ട് പോകും. അതിൽ ഏത് രീതിയിലാണ് ട്രിഗറിങ് പോയിന്റ്സിൽ നമ്മൾ കസ്റ്റമറെ റീച്ച് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഒരു 100 ആൾക്കാരെടുത്ത് റീച്ച് ചെയ്ത് എനിക്ക് 100 ലീഡ്സ് കിട്ടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മതി 100 ഈ മാസത്തേക്കായി. അവസാനം വന്ന് അവസാനം ഒരാൾ പോലും ജോയിൻ ചെയ്ത് അവസാനം വീണ്ടും മാർക്കറ്റിംഗ് എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് വീണ്ടും കാണുന്നു. ബട്ട് വേർ ആസ് യു കണ്ടിന്യൂ ദിസ് 100 spend time on this. Nothing is free in this world. അധ്വാനിക്കാത്തവർക്ക് ഒന്നും ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ല. അധ്വാനിച്ചവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അധ്വാനിക്കുക എന്ന് പറയുന്നത്, ഞാനിത് ബിബ്ലിക്കലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ വെളിയിൽ പോയി പണി ചെയ്തേ ഉള്ളൂ. ആദാമിനെ ഹവ്വായെ ആണെങ്കിലും അത് തന്നെ തോട്ടത്തിന് പുറത്താക്കിയിട്ട് പറയുന്നത് നീ പോയി പണി ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. നമുക്ക് വിചാരിക്കുന്നത് ഇത് നമ്മൾ പേരൻസും ഇതാണ് പറയുന്നത്. കുറെ നാള് നമുക്ക് ഫലവൃക്ഷാദികളെല്ലാം കിട്ടും, അവസാനം പറയും എളിയിലിറങ്ങി പോയി പണി. സിമിലർലി കമ്പനി സ്റ്റാർട്ട് ചെയ്താലും എത്ര നാള് ക്യാപിറ്റൽ കൊണ്ട് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും? യു നീഡ് ടു ഗോ ഔട്ട്. സ്ട്രാറ്റജീസ് ആർ ദേർ. സ്ട്രാറ്റജീസ് ഇഷ്ടം പോലെ ഉണ്ട്. കൺസൾട്ടിങ് കമ്പനീസ് ഉണ്ട്, കൺസൾട്ടൻസ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട് ടു ഹെൽപ്പ് യു. ഈവൻ ഓണ്ടർപ്രനർ തന്നെ ഇപ്പൊ കേരളത്തിന്റെ തന്നെ എന്തുമാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി.
MSME പഠിപ്പിക്കുന്നു. MSME റീസെന്റ് വി ആർ ഗോയിങ് ടു സൈൻ ഓൾറെഡി നമുക്ക് MOU സൈൻ ചെയ്യുന്നുണ്ട് വിത്ത് എന്താ പറയുന്നത് CMS കോളേജ്. ഇവിടെ ഫുഡ് MSME വന്ന് പഠിപ്പിക്കുക ഫ്രീ ഓഫ് കോസ്റ്റ്. ഗവൺമെന്റ് ഈസ് സപ്പോർട്ടിങ്. ഇതിൽ കൂടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ജെല്ലി, ജാം ഇതൊക്കെ ഉണ്ടാക്കാൻ കുട്ടികൾ യൂട്യൂബ് നോക്കി പഠിക്കണ്ട. ഗവൺമെന്റ് ഇസ് കമ്മിങ് ടു ദ കോളേജ് ആൻഡ് ടീച്ചിങ് ദം ഹൗ ടു മേക്ക് ഇറ്റ്. മെറ്റീരിയൽ ആരാ മുടക്കുന്നു? പിള്ളേരല്ല. മെറ്റീരിയലും തരിക. അവര് പറയുന്നത് കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവരണേന്ന് പറഞ്ഞു. See this? അപ്പൊ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒരു ഗവൺമെന്റ് തയ്യാറാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൺസൾട്ടൻസ് തയ്യാറാണ്. കാരണം ഇന്ന് അമേരിക്ക ആയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകുന്നതല്ല, ആയത് അനേക ഓണ്ടർപ്രണേഴ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലെ? എല്ലാരും വർക്ക്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യാത്ത ഒരു പീരീഡിൽ നിന്നെന്ന് പറഞ്ഞാൽ എവരിബഡി വാണ്ട് എ ഗവൺമെന്റ് സർവീസ്, അല്ലെങ്കിൽ ജോബ് മതി, റിസ്ക് എടുക്കാൻ ആർക്കും മതി. ദോസ് ഹു ടുക്ക് റിസ്ക്. പക്ഷെ അമേരിക്കയിലെ പൊസിഷൻ ഇപ്പം ഡിഫറെന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലോട്ട് പോയതുകൊണ്ട്. ചൈനയിൽ നോക്കൂ, ചൈന ഹൗ ഫാസ്റ്റ് ദേ ഗോട്ട് എമർജ്. ഓരോ എന്താ പറയുക പഞ്ചായത്തിൽ വരെ ഫാക്ടറീസ് ആണ്. തിങ്ക് അബൌട്ട് ദാറ്റ്. ഐ ഹാഡ് വിസിറ്റഡ് ചൈന. ഐ ഹാഡ് സീൻ ദാറ്റ് എവരിബഡി ഡൂയിങ് ദ ബിസിനസ്. റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നതായിരിക്കാം, ബലൂൺ ഉണ്ടാക്കുന്നതായിരിക്കാം. Everybody, the government is supporting. Now I am telling you, government is too much. 15 days. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സെഷന്, ഞാൻ ബ്രാൻഡിങ്ങിന്റെ സെഷന് പോയി. 15 ദിവസം സൗജന്യ പരിശീലനം വിത്ത് ഫുഡ്. രാവിലെ ഉണ്ട്, ചെറിയ കാപ്പിയുണ്ട്. ഉച്ചയ്ക്ക് എന്താ പറയുന്നത്, ഞാൻ പോയി കഴിച്ചതാണ്. ചിക്കനും എല്ലാം ചേർത്ത് അടിപൊളി ഭക്ഷണം. വൈകിട്ട് കാപ്പിയും കുടിച്ച് വരാം. ബിസിനസിന്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ സ്ട്രാറ്റജീസ് ചെയ്യണം, ബ്രാൻഡിങ് ഇങ്ങനെ ചെയ്യണം, മാർക്കറ്റിംഗ് ഇങ്ങനെ, സെയിൽസ് ഇങ്ങനെ ചെയ്യണം, മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇതിങ്ങനെ ചെയ്യണം. ദേ ആർ ഹെൽപ്പിംഗ് യു. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പോയെങ്കിലും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആമസോണിന്റെ കേസ് സ്റ്റഡി, ഞാനിത് കേസ് സ്റ്റഡി ഓരോന്നായിട്ട് എടുക്കുമേ. ഇപ്പൊ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പോകുന്നത്. വി വിൽ ടേക്ക് ദ ആമസോണിന്റെ കേസ് സ്റ്റഡി തന്നെ എടുക്കും. ആമസോൺ എന്തായിരുന്നുവെന്നും എത്ര വർഷം കൊണ്ട് ആമസോണിന്റെ ആ സ്ട്രാറ്റജീസ് എങ്ങനെ ഡെവലപ്പ്, ബിസിനസ് മോഡൽ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമ്മൾ ഈ വരുന്ന സെഷനിലേക്ക് എടുക്കും. ഇപ്പൊ എന്ന് പറയുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് തരികയാണ്. പല ടൈപ്പ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്നവര് ഇന്ന് തന്നെ നിങ്ങൾക്ക് നാളെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജീസ് നിങ്ങളുടെ ബുക്കിൽ തന്നെ എഴുതുക. These are the strategies I am going to do. Digital strategy, what strategy I am going to do? എത്ര പേർക്ക് ഡിജിറ്റലായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നു? അല്ലെങ്കിൽ നോക്കാം, ഡൈവേഴ്സിഫിക്കേഷൻ. ഇന്ന് ഞാൻ കമ്പി മാത്രമാണ് വിൽക്കുന്നത്, എന്റെ കടയിൽ കമ്പി മാത്രം വിൽക്കുന്നുണ്ട്. കമ്പിയുടെ കൂടെ ആണി വിൽക്കാം, ലോക്ക് വിൽക്കാം, സിമെന്റ് വിൽക്കാം, അല്ലെ? ഡൈവേഴ്സിഫിക്കേഷൻ. അതിന്റെ കൂടെ അക്സസറി ആയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും. പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. പുതിയ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റും. ഇല്ല, ഞാൻ കഞ്ഞിക്കുഴി മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിക്കരുതല്ല. യുവർ ഏരിയ, കോട്ടയത്ത് തന്നെ എന്തുമാത്രം ഏരിയാസ് ഉണ്ട്. യു ക്യാൻ മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ. ചില ഏരിയയിലൊന്നും പോയിട്ടേ ഇല്ല ആൾക്കാർക്ക്. CCTV ബിസിനസ് ഉള്ളവർ ഇന്ന് CCTV ഇല്ലാതെ ആൾക്ക് എന്റെ അടുത്ത് CCTV, എന്റെ അമ്മയ്ക്ക് 86 വയസ്സുണ്ട്. പുള്ളി വന്ന് പറഞ്ഞു, അയ്യോ അമ്മച്ചി CCTV ഇല്ലാതെ എങ്ങനെ ജീവിക്കാന്ന് ഒരു സെയിൽസിന്റെ ആള് വന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞു, CCTV ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് വന്ന് പറഞ്ഞത്. സീരിയസ്, ഹി ഹാസ് സ്ക്രിപ്റ്റഡ്. ഫുഡ് കഴിക്കുന്ന പോലെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. CCTV ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കും അമ്മച്ചി എന്ന് ചോദിക്കുന്നത്. എന്നെ വിളിച്ച് അമ്മ വിളിച്ചാണ്, CCTV ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് അവൻ പറഞ്ഞു. ശരിയാണോ? സീരിയസ്, എന്ത് പറ്റിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ദ ഇമ്പോർട്ടൻസ്, ഹൗ വി ആർ ഗോയിങ് ടു സ്ക്രിപ്റ്റ്. ഞാൻ മാർക്കറ്റിംഗ് എടുത്തപ്പോൾ ഈ എന്താ പറയുന്ന വാട്ടർ ഫിൽറ്ററിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള മാർക്കറ്റിലേക്ക് യുറേക്ക ഫോക്സ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എറണാകുളത്തു നാള്, അതായത് എന്റെ ഗ്രാമം റാന്നിയാണ്, റാന്നി വളശ്ശേരിക്കര. അവിടെ പുള്ളി വന്ന് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ഓൾ ദ പാർട്ട് മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യുക. ഇന്നും ഇല്ല, എന്റെ ഷോപ്പ് ഇവിടാണ്, കോടിമതയിലാണ്, ഞാൻ ഇവിടെ നിന്ന് വേറെ അങ്ങും പോകത്തില്ല, ഐ ആം ടു മച്ച് ബിസി.
ഇഫ് യു ആർ എ സോളോപ്രണർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യാണ്, യു വിൽ നോട്ട് ഗ്രോ. അങ്ങനെയാണെങ്കിൽ ജോയി ആലുക്കാസ് അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ, അംബാനി അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. ഈവൻ ഐ ഡോണ്ട് തിങ്ക് മുകേഷ് അംബാനി ഓർ ഹിസ് ചിൽഡ്രൻ നോസ് കോട്ടയത്ത് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് പോലും അറിയാമോ എന്നറിയത്തില്ല. സിസ്റ്റം ഇസ് വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത്, ഞാൻ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇത് പഠിച്ചിട്ട് അവൻ പുതിയ കമ്പനി തുടങ്ങുമെന്ന്. ഇതായിരുന്നു ഏറ്റവും പ്രശ്നം. അപ്പൊ അതിന്റെ സീക്രട്സ് നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് വിടാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഡെസിഷൻ എടുക്കുന്നതും ചില കസ്റ്റമേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ദെൻ ഫോക്കസ് ഏത് ഏരിയയിലാണ് പോകേണ്ടതെന്നുള്ളത്. നിങ്ങൾ ചുമ്മാതെ എല്ലാരും പോകുന്നു എന്നാൽ പിന്നെ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ് പോവുകയല്ല. സോ യു നീഡ് ടു ഫോക്കസ് വിച്ച് ഏരിയ യു നീഡ്. ഡിഫറൻഷിയേഷൻ പറഞ്ഞു, കോസ്റ്റ് ഇത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിജിറ്റൽ കഴിഞ്ഞ ശേഷം സസ്റ്റൈനബിൾ ബിസിനസ് സ്റ്റാർട്ടപ്പ്. US-ലുള്ള ഒരു ക്ലോത്തിങ് കമ്പനിയാണ് പാറ്റാഗോണിയ. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇതധികം ഫേമസ് ആയിട്ടുള്ള, ഡോണ്ട് ബൈ ദിസ് ജാക്കറ്റ്, യു ബൈ, വി വിൽ മേക്ക് യൂസ്ഫുൾ ഗിയർ ഫോർ ദ ലോങ് ടൈം, യു ഡോണ്ട് ഹാവ് ടു ബൈ, യു നീഡ്, യു ക്യാൻ റിപ്പയർ ഇറ്റ്. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പയർ ചെയ്യാം. ഇത് നിങ്ങൾക്ക്, അതാണ് സസ്റ്റൈനബിൾ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ഇത് റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് സാധാരണ ഞാനൊരു ജാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതഴുക്കായി നമ്മൾ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയോ ദാനം ചെയ്യോ ചെയ്യും. പക്ഷെ ഇവര് പറയുന്നത് ഇല്ല, ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഞങ്ങൾ റിപ്പയർ ചെയ്ത് തരും, ഇത് റീസൈക്കിൾ ചെയ്യാം, നിങ്ങൾക്ക് രണ്ടാമത് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഞങ്ങൾ കൊണ്ടുതരാം. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ട്. Patagonia's business model focus on developing the economic and social value through its products. Before impact play a massive role of this branch. While clothing can be expensive, but തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്ലോത്തിങ് എക്സ്പെൻസീവ് ആണ്. They repair them free of charge, giving customer value for the investments. അപ്പൊ റിപ്പയർ എന്താണെന്നുള്ളത്, എങ്ങനെ ടൈപ്പ് ഉള്ളതെന്നുള്ളത് we will discuss in the case study വരുമ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ യൂണിലിവർ, അവർക്കും അവരുടേതായ എന്താ പറയുന്ന സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള സ്ട്രാറ്റജി, കസ്റ്റമർ മാത്രം ഫോക്കസ് ചെയ്തുള്ള സ്ട്രാറ്റജി. സാപ്പോസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അവര് നോൺ ആസ് എ കസ്റ്റമർ സെൻട്രിക് സ്ട്രാറ്റജീസ്, ഓഫറിംഗ് ഫ്രീ ഷിപ്പിംഗ്, ജനറസ് റിട്ടേൺ പോളിസി, എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. അപ്പം അത്രയും കാര്യം. അപ്പൊ ഞാനത് ഒന്നുകൂടെ ഞാൻ പറയാം. സാപ്പോസ് പർപ്പസ് ടു ലീവ് ആൻഡ് ഡെലിവർ വാവ്, ഒരു വാവ് ഫാക്ടർ കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ളത്. ദിസ് ഒബ്ജക്ഷൻ ലെഡ് അസ് to one of the first online retailers to offer free next day shipping and free returns. Next day അവർക്ക് തീർച്ചയായും കിട്ടിയിരിക്കും. ചില പിസ്സ ഒക്കെ പറയുന്നുണ്ട്, you order, we deliver within 1 hour, 30 minutes. റിട്ടേൺ പോളിസി 165 ദിവസം കഴിഞ്ഞാലും റിട്ടേൺ പോളിസി ഉള്ള ഒരു എന്താ പറയുക കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അവര് സെല് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. അപ്പൊ കസ്റ്റമർ തീർച്ചയായും 165 ദിവസം ഉണ്ട്, 1 വർഷം കൊണ്ട് റിട്ടേൺ ചെയ്താലും കുഴപ്പമില്ല, വിൽ യൂസ് ഇറ്റ്. അങ്ങനെ ആൾക്കാർ വാങ്ങുന്നു. പക്ഷെ ഡു യു തിങ്ക് നമ്മൾ കൊണ്ട് തിരിച്ചു കൊടുക്കൂ? എത്ര പേര് തിരിച്ചു കൊടുക്കും? റിട്ടേൺ പോളിസി ആണെന്ന് പറഞ്ഞാൽ റിട്ടേൺ പോളിസിയാണ്, ഓക്കെ ഇവിടെ ബ്രഷ് ഉണ്ട്, റിട്ടേൺ പോളിസിയാണ്. പക്ഷേ മോശമല്ലേ നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്? കൊടുത്താൽ തന്നെ എത്ര പേര് കൊടുക്കും? ദാറ്റ്സ് വാട്ട് ദാറ്റ്സ് സെല്ലിംഗ്. അവരുടെ സ്ട്രാറ്റജി. അപ്പൊ നിങ്ങൾ ഇത് ആക്ച്വലി ചുമ്മാതെ ഒരാളുടെ മോഡല് ഒരിക്കലും കോപ്പി ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു എൻഡ് അപ്പ് ഇൻ എ മെസ്.
അതിനുവേണ്ടി റിസർച്ച് ചെയ്യണം. ഇപ്പൊ നാളെ ചെന്ന് ഇതുള്ള റിട്ടേൺ പോളിസി ഉള്ളതാണ്, കുഴപ്പമില്ല, ഞാന് സിമെന്റ് കച്ചവടമാണ്, ഞാൻ റിട്ടേൺ പോളിസി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സിമെന്റ് അവർ യൂസ് ചെയ്തിട്ട് എന്ത് റിട്ടേൺ ചെയ്യാനാണ്? അങ്ങനെ ഒരു പറ്റിച്ചായിരുന്നു. ഈ ജിയോ ഫോൺ ഉണ്ടല്ലോ, 500 രൂപ എടുത്ത ഒരു ഫോണും 3 മാസത്തെ ഇതും പിന്നെ കൂടെ ഫ്രീ ആയിട്ട് തരും. ആ ഫോണ് 2 വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പം 500 രൂപ തിരിച്ചു തരുമെന്നാണ് പരസ്യം ചെയ്തിരുന്നത്. ഓർമ്മയുണ്ടോ സാറിന്? തീർച്ചയായിട്ടും. താങ്ക് യു. ചെറിയ ഫോൺ അതെ, നോക്കിയ ഫോൺ കച്ചവടം നടന്നു. കാരണം എന്തുവന്നാൽ അത് കഴിഞ്ഞിട്ട് അതിന്റെ പീരീഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്യാൻ ജിയോയുടെ സിമ്മിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, വേറെ ഇത് ഇടാൻ. എന്നിട്ട് ഇത് ആരും കൊണ്ട് തിരിച്ചു കൊടുത്ത എന്റെ അടുത്തുള്ള കടയിൽ ഒത്തിരി സെയിൽസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാരണം വേറെ ആളുകളും വാങ്ങിച്ചതാന്ന്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞ്, ഇവിടെ ആരും കൊണ്ടുവന്നില്ല, അത് എവിടെ കൊണ്ടു കൊടുക്കാം ആർക്കറിയാം. ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോ ഇതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. 2 കാര്യങ്ങൾ അതിലൂടെ നേടി. ഒന്നെന്ന് പറഞ്ഞാൽ ബൾക്കായിട്ടുള്ള കസ്റ്റമർ ഡീറ്റെയിൽ അവർക്ക് കിട്ടി, ബൾക്കായിട്ടുള്ള. കാരണം 500 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 2000 രൂപ ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൊബൈലും കിട്ടുമെന്നുള്ളത് വന്നു. ഇത് ചൈനയിലാണ് ഉണ്ടാക്കിയത്. അവർ ബൾക്കിൽ വാങ്ങിച്ചുകൊണ്ട് അവരുടെ കോസ്റ്റ് അത്രയും പോലും ഇല്ല, അതിന്റെ ഒരു 100ൽ അംശം പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കൊക്കക്കോളയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 രൂപയിൽ താഴെയായിരുന്നു. മീൻസ് കോസ്റ്റ് 1 റുപ്പി 90, എനിക്ക് തോന്നുന്നു 60 പൈസ, ബാക്കിയെല്ലാം അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ്. അപ്പം ഈ 1 രൂപയിൽ കുറവായിട്ടുള്ള കോസ്റ്റ് വരുമ്പം അവരുടെ സെല്ലിംഗ് പ്രൈസ് അന്ന് 12 രൂപയായിരുന്നു. എന്നാലോചിച്ച്, നമ്മളാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നതേ ഉള്ളൂ, ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മനോഹരമായിട്ട് ആൾക്കാരെ പറ്റിച്ചു എന്നാണെങ്കിലും അവര് അതിന്റെ ഒരു വാല്യൂ കൊടുത്തു എന്നുള്ള രീതിയിൽ അവര് പുതിയ പുതിയ സ്കീംസ് ഇറങ്ങി. ഇന്ന് ഒരു മനുഷ്യനും ജിയോയുടെ ഫോൺ സെറ്റ് പലരുടെയും വീട്ടിൽ ചുമ്മാതെ മെമ്മറി ആയിട്ടിരിപ്പം എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരിൽ മോശം വരുമെങ്കിൽ പോലും അതിനെ റിക്കവറി ചെയ്യാനുള്ള സ്ട്രാറ്റജീസും വേണം, അല്ലേ? നമ്മൾക്ക് ഒരു വിഷയം നമ്മൾ പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വലിയ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. പക്ഷെ ഇതിന് എതിരെ അവർക്ക് ഇല്ല, ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഞങ്ങൾ അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നു, സെയിം സിം നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും, പുതിയ ഫോൺ വരുന്നു, പുതിയ സ്കീംസ് വരുന്നു, നമ്മൾ ശ്രദ്ധ മുഴുവൻ മാറുന്നു. ഈ പൊളിറ്റിക്സുകാർ ചെയ്യുന്ന പോലെ പുതിയ പുതിയ സ്കീംസ് വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയി. ഇന്ന് വളരെ കേസ് സ്റ്റഡീസ് സംസാരിക്കുന്ന ഞാനും സാറിനെ പോലെ ആൾക്കാർ മാത്രം ഇന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കഷനിൽ മാത്രം പറയും. നോ വൺ ഈസ് ബോദർ. കാരണം എല്ലാവർക്കും മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. പിന്നെ പറയുന്നത് 11ാമത്തെ കൊളാബറേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് പറഞ്ഞതാണ്. കൊളാബറേഷൻ ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ കൂടെ അഡോബ് വരുന്നു, അല്ലെങ്കിൽ വിൻഡോസ് വരുന്നു, വിൻഡോസിന്റെ കൂടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വരുന്നു. ഇപ്പൊ നൈക്കിന്റെ കൂടെ ആപ്പിളിന്റെ കൊളാബറേഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നൈക്കി സ്പോർട്സ് ഷൂ കണക്റ്റഡ് വിത്ത് ആപ്പിൾ ഡിവൈസ്. ആ ഫിറ്റ്നസിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഫിറ്റ്നസ് വാച്ച് ഉണ്ട്, അല്ലേ? We will come to know what is our body is acting, എത്ര ദൂരം നമ്മൾ സഞ്ചരിച്ചു, എല്ലാം ഇവന് മൊബൈലിലുണ്ട്, വാച്ചിലുണ്ട്. So you are collaborating with people. Sudeep is collaborating with Sabu sir. Sabu sir is collaborating with എന്താ പറയുന്നത്, ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ്. It's a collaboration. Through the collaboration, we could able to serve the customers, serve the audience in a better way. അപ്പം അതിലൂടെ എന്ത് റിട്ടേൺ ആണ് കിട്ടുന്നത് എന്നുള്ളത് വി ഹാവ് ഒന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ യു ആർ ബ്രാൻഡിങ് യുവർ സെൽഫ്, അല്ലേ? നമ്മൾ ദാറ്റ് ഇസ് ദ വൺ തിങ്. സെക്കൻഡ് ഈസ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ ഇല്ല? ഇവിടെ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എന്താ പറയുന്നത്, training laboratory, I should say. We will discuss this. Strategies can be discussed, adapted, or we can implement new strategies. ലൈഫിൽ ഇപ്പൊ പല സെഷൻസ് ആണ് വരുന്നത്. ഇപ്പൊ ഒന്ന് ചോദിക്കേ, ഈ
1000 ദിവസം നടത്തി കഴിഞ്ഞാൽ എന്തുമാത്രം ഗുണങ്ങളായിരിക്കും ഓരോരുത്തരുടെ ലൈഫിൽ വന്നത്. ഇപ്പൊ സാറിന്റെ റെക്കോർഡിങ്സ് ഞാൻ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പലതും. കാരണം ചില ഭയങ്കരമായ ചില പോയിന്റ്സുകൾ ഈ വരുന്ന സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് സാർ ഒരു ക്ലാസ് എടുത്തായിരുന്നു, സാബു സാർ തന്നെ ക്ലാസ് എടുത്തായിരുന്നു പവർ പോയിന്റിന്റെ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കുറച്ച് നേടാൻ പറ്റി. സോ ഐ എം ഗെയിനിങ് സംതിങ്. അപ്പോ വലിയൊരു റീച്ചാണ് നമുക്ക് എന്ത് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് ആൻഡ് യു വാണ്ട് ടു ഓപ്പൺ എൻ ഓഫീസ് ഇൻ പത്തനംതിട്ട ഓർ എറണാകുളം. ഡയറക്റ്റ് പോയി നോക്കാതെ നിങ്ങളുടെ രീതിയിലുള്ള സിമിലർ ആയിട്ടുള്ള ബിസിനസ് ഉള്ള എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വലിയ വരാൻ അവരുമായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്യാൻ. അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങളുടെ ബ്രാൻഡ് അവരുടെ ഷെൽഫിൽ വെക്കുകയാണെങ്കിൽ യു ഗീവ് ഹിം സം പ്രൈസസ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ എന്താ പറയുന്നത് ഒരു സ്പൈസിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചു. എറണാകുളത്തെ ഒരു കമ്പനിയുമായിട്ട് നിങ്ങൾ ടൈപ്പ് ആയതിനു ശേഷം ദേ ആർ ഗോയിങ് ടു സെൽ. യു ആർ നോട്ട് പേയിങ് എനിത്തിങ്. കാശ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലാഭം കിട്ടും, അദ്ദേഹത്തിന് ലാഭം കിട്ടും. അങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കണം. ഇൻസ്റ്റെഡ് യു ആർ ഗോയിങ് ടു സെൽ, ഇത്രയും കരുത്തിന് ശേഷം വിറ്റിട്ട് കാശ് തന്നാൽ മതി എന്ന് വെക്കുന്നതിനെക്കാട്ടും നല്ലത് മേക്ക് എ കൊളാബറേഷൻ, ഗീവ് ഹിം മോർ ഇൻസെന്റീവ്സ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പെന്ന് വിൽക്കാൻ ഞാൻ എന്താ പറയുന്നത് കോട്ടയത്തു നിന്ന് ഞാൻ പെൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഒരു കടയിൽ ചെന്ന് ഞാൻ കൊടുത്തതിന് ശേഷം പറഞ്ഞു ഓക്കെ സെല് ചെയ്ത്. അവൻ സെല് ചെയ്തു, എന്നിട്ട് ഇവന്റെ പേയ്മെന്റ് കിട്ടാൻ ഉടനെ നമ്മൾ എന്ത് ബുദ്ധിമുട്ടുന്നു. സോ then you need to find some collaborative things. ഒരു ഡിപ്പോസിറ്റ് വാങ്ങുക, ഇതിന്റെ പകുതി കാശ് എനിക്ക് തന്നാൽ മതി. ഫോർ എക്സാമ്പിൾ ഒരു പെൻ സെറ്റിന് ഒരു 10 രൂപ 10 പെന്നിനാണെന്ന് വിചാരിക്കുക. അവനോട് പറയാം നീ 5 രൂപയ്ക്ക് പെൻ വാങ്ങിച്ചു, കാരണം മൈ കോസ്റ്റ് ഇസ് 4 rupees. എന്റെ കോസ്റ്റ് 4 രൂപയേ ഉള്ളൂ, നീ 5 രൂപ എനിക്ക് തരിക. ഇനി ഇത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ 5 രൂപ ഞാൻ തന്നിട്ട് ഞാൻ തിരിച്ചിങ്ങെടുത്തേ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കൊണ്ട് ആ ഒരു സെറ്റ് അവിടെ കൊണ്ടുവെക്കുന്നു, അവൻ 10 രൂപയ്ക്ക് 12 രൂപയ്ക്ക് വിറ്റുന്നു. നമ്മൾ ഈ 5 രൂപയ്ക്ക് വേണ്ടി 7 രൂപയ്ക്ക് വേണ്ടി അവന്റെ തിണ്ണ മുഴുവൻ കയറിയവൻ. തിങ്ക് ഡിഫറെന്റ്ലി. അപ്പൊ അവന് കൂടുതൽ കമ്മീഷൻ കൊടുക്കും. മറ്റാണ് അവന് 7 രൂപയ്ക്കാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ അവന് 9 രൂപയ്ക്ക്, അവന് കമ്മീഷൻ 2 രൂപ കിട്ടുന്നു. അതുകൊണ്ടാണ് അവൻ തരുന്നത്, കാരണം അവന് മറിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അവന് ഡയറക്റ്റ് നമ്മളെക്കാട്ടി ലാഭം അവനാ. വി കോൺസെൻട്രേറ്റ് ഓൺ അവർ മാനുഫാക്ചറിങ്, നമ്പർ ഓഫ് പെൻസ് വി സെല്ലിങ് പുള്ളി ഏറ്റെടുത്തോളൂ. അതുകൊണ്ട് ഓരോ കമ്പനിയിലും ഓരോ രീതിയിൽ നമ്മൾ സ്ട്രാറ്റജീസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യാം. അല്ലാതെ പോയി അവന്റെ അടുത്ത് സെല് ചെയ്ത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുക, അവൻ സെല് ചെയ്യും, അവസാനം ഒരു 2 വർഷം കഴിഞ്ഞാലും യു ഡോണ്ട് ഗെറ്റ് യുവർ മണി. നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് പോയി. മറ്റേ അറ്റ്ലീസ്റ്റ് ഇവിടെ സംഭവിക്കുന്നത് എന്തോ 5 രൂപയ്ക്ക് സെല് ചെയ്താൽ യുവർ മാനുഫാക്ചറിങ് ഓപ്പറേഷണൽ കോസ്റ്റ് ഇസ് കവർഡ് ആൻഡ് യു ഗോട്ട് 1 rupee പ്രോഫിറ്റ്. ഇനി അവനോട് പറയാം നീ വിറ്റില്ലെങ്കിൽ ഞാൻ തിരിച്ചെടുത്തോളാം, 5 രൂപ എന്നാ പിടിച്ചോ. So this is how you need to develop a strategy. Agile and adaptive strategy ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഫൈനൽ എന്ന് പറയുന്നത് ഇത് ഈ സ്ട്രാറ്റജീസ് ഒന്നും തീരുന്നില്ല. സ്ട്രാറ്റജീസ് കീപ് കമ്മിങ്. 1000 സ്ട്രാറ്റജി പോലും നമുക്ക് ഒന്നിച്ച് വേണേ ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അജൈൽ മോഡൽ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ ടെക്നോളജി എപ്പോഴും അഡാപ്റ്റ് ചെയ്ത് ഇപ്പൊ പുതിയ പുതിയ വേർഷൻസ് ആണ് വരുന്നത്. ഗൂഗിളിന് പുതിയ വേർഷൻസ് വരും, സൂമിന് പുതിയ വേർഷൻസ് വരും. നമ്മൾ ടാലി ചെയ്യുന്നു, ടാലിക്ക് എപ്പോഴും എല്ലാ വർഷവും അപ്ഡേറ്റ് വരുന്നു. സ്പോട്ടിഫൈ അതിന്റെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക്, യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് നിമിഷം ദേ ചേഞ്ച് ദ സ്ട്രാറ്റജീസ്. ഇപ്പൊ നിങ്ങൾ ഇന്ന് ഒരു 2023 ഒരു കാർ മോഡൽ ഇറങ്ങി. നെക്സ്റ്റ് ഇയർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് സം ഫീഡ്ബാക്ക് ഫ്രം ദ മാർക്കറ്റ്. കസ്റ്റമർ പറഞ്ഞ ഫീഡ്ബാക്ക് ഉണ്ട്, ക്രിട്ടിക്സ് പറഞ്ഞ മാർക്കറ്റുണ്ട്, പിന്നെ കുറെ കാറിനെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളും എല്ലാം മാനിച്ച് ബ്രേക്കിന്റെ പ്രോബ്ലം അല്ലാതുള്ള പ്രോബ്ലംസ് എല്ലാം മാറ്റിയിട്ട് അവർ നെക്സ്റ്റ് ഇയർ വരും ഫേസ് ലിഫ്റ്റ് വേർഷൻ എന്നും പറഞ്ഞു വരും. കുറച്ചുകൂടെ കാശും കൂട്ടും,
ആൾക്കാരെ അട്രാക്റ്റീവ് ആയിട്ട് അതിലോട്ട് പോകും. സോ യു നീഡ് ടു അഡാപ്റ്റ്. ഇഫ് എനി ചേഞ്ചസ് ഇസ് നീഡഡ്, യു നീഡ് ടു അഡാപ്റ്റ് ആൻഡ് ഗോ ഹെഡ് വിത്ത് ദിസ്. ഇത് അടുത്ത സെഷനിലേക്ക് വെച്ചേക്കുന്നതാണ്. സോ നമ്മൾ സ്ട്രാറ്റജീസ് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ വരാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഒരു 12 സ്ട്രാറ്റജീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് കോസ്റ്റ് കുറയ്ക്കാനുള്ള സ്ട്രാറ്റജീസ്. ഇപ്പം നമ്പർ ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്പർ ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ 50 പീസ് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ എനിക്ക് 2 കസ്റ്റമർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you need to work on whether you need to take the order or not. ഇപ്പോൾ എനിക്ക് 2 പേര് എൻ്റെ അടുത്ത് വന്നു. റോയ് സാറും സാബു സാറും സുധീപ് എഴുതിയ 2 ബുക്ക് എനിക്ക് വേണം. പക്ഷെ ഞാൻ ബുക്ക് പബ്ലിഷിംഗ് അടുത്തോട്ട് ചെന്നപ്പം അവർ പറയുന്നത് സാറേ 50 ബുക്ക് അടിച്ചെങ്കിൽ ഇന്ന വിലയ്ക്ക് എനിക്ക് തരാൻ പറ്റും. അപ്പൊ എന്റെ ബുക്കിന്റെ വില എന്ന് പറഞ്ഞത് 495. അപ്പൊ എനിക്ക് പബ്ലിഷ് ചെയ്യുന്നെല്ലാം കിട്ടുമ്പോൾ 250 റുപ്പീസിന് എനിക്ക് കോസ്റ്റ് ഒരു 50 അടിച്ചു കഴിഞ്ഞാൽ എന്നാലേ എനിക്ക് ലാഭത്തിലോട്ട് വിൽക്കാൻ പറ്റില്ല. 250 ആകുന്നു, എന്നാലേ എനിക്ക് 250 രൂപയുടെ മാർജിനിലൊന്നും വിൽക്കാൻ പറ്റുന്നു. അപ്പൊ ഞാൻ അവരോട് പറയുന്നു, ഇല്ല, എനിക്ക് 25 ബുക്ക് അടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കാണ്? അവർ പറഞ്ഞു 25 രൂപ അടിച്ചു കഴിഞ്ഞാൽ 500 രൂപ വെച്ചാവും. പിന്നെ ഞാൻ സെല്ല് ചെയ്യുന്നത് 495 ആണ്. സീരിയസ്. ദെൻ സാറിനോട് പറയാം, സാറേ കിട്ടാൻ സാധ്യതയില്ല, ഞാനൊരു കാര്യം ചെയ്യും, ഒരു ഫോട്ടോ കോപ്പി ഒക്കെ എടുത്തു തരാം എന്ന് പറയും. അല്ലെങ്കിൽ കിട്ടുമ്പോൾ സാറിനെ വിളിച്ചു തരാം, സാർ വേണേ പേയ്മെന്റ് തന്നു വാങ്ങിച്ച് പോക്കറ്റിലിടും. give a time. Then what you need to do is, you need to say that second edition is going to publish so and so day. Booking started because you have a Roy sir and Sabu sir in your pocket. Money paisa pocket lo avarilla pocket. You have their money and you promise both of them that I am going to deliver after 30 days. And you are going to announce that with a new cover, this thing, that thing, special edition is going to come. Start buying today. 7 days, its scheme is going to end. The business will start coming in. അങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് കുറയ്ക്കുക എന്ന് മാത്രം വല്ല, നമ്മുടെ പ്രോഫിറ്റ് കൂടെ നമ്മൾ നോക്കണം. വി ആർ ഹിയർ. ദൈവം നമ്മളെ ഇവിടെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് തന്ന ടാലന്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, കുഴിച്ചിടാനൊന്നും അല്ല ദൈവം തന്നിട്ടുള്ളത്. സോ യു നീഡ് ടു അതിന് ബുദ്ധിപൂർവമായിട്ട്, ദൈവം എല്ലാവർക്കും ബുദ്ധി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരോടായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, ഞാൻ പറയുന്നു, ഈ സാബു സാറിന്റെ ഈ ഒരു 100 എപ്പിസോഡ് നിങ്ങൾ 1000 എപ്പിസോഡ് ഒന്ന് വാച്ച് ചെയ്ത് സമയം കിട്ടുക. യു വിൽ ഗെറ്റ് സം ഐഡിയാസ്. യു ക്യാൻ റിലേറ്റ് വിത്ത് ദിസ്. ദിസ് ഇസ് ആൻ എൻസൈക്ലോപീഡിയ. ലൈഫിനെ സംബന്ധിച്ചുള്ള, ഹെൽത്തിനെ സംബന്ധിച്ചുള്ള എന്ന് വേണ്ട, ദിസ് ഇസ് ആൻ എൻസൈക്ലോപീഡിയ ഫോർ യു. സെയിൽസിനെ സംബന്ധിച്ചോളം, മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചോളം, ജീവിതത്തില് A to Z is there. So then you think about, you can relate with your product, you can relate with your life, you can relate with your children, you can relate with your neighbors. എല്ലാത്തിനകത്തും നിങ്ങളൊന്ന് ഇരിക്കണം. ഇന്ന് ഈ സെഷൻ കഴിഞ്ഞ ശേഷം ഐ ഹംബ്ലി റിക്വസ്റ്റ്, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുന്ന് write down at least minimum 10 strategies. What I am going to do, these strategies I am going to do tomorrow. Saturday സമയമുണ്ട്, 8 മണി തൊട്ട് ഞാൻ പണി ചെയ്യാൻ പോവാണ്. ഇന്ന സ്ട്രാറ്റജി ചെയ്യാൻ പോവുകയാണ്. അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞായറാഴ്ച അവധിയാണ്. ഞായറാഴ്ച വർക്ക്ഔട്ട് ചെയ്യുക. ഈ സ്ട്രാറ്റജി കൊണ്ട് എന്ത് പ്രയോജനപ്പെട്ടു, ഒന്നും പ്രയോജനമില്ലെങ്കിൽ മാറ്റി വെക്കുക. ദിസ് സ്ട്രാറ്റജി വാസ് നോട്ട് ഗുഡ്, വിൽ ഹാവ് ന്യൂ സ്ട്രാറ്റജീസ്. എത്ര സ്ട്രാറ്റജീസാണ് ഉള്ളത്. അപ്പൊ പിന്നെ രണ്ടാമത് പറഞ്ഞ ഡിഫറൻസിയേഷൻ. ആർ യു ഡിഫറെന്റ് ഫ്രം അതേഴ്സ്? എന്ത് ബെറ്റർ സർവീസ് ആണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ എല്ലാരും കേക്ക് ഉണ്ടാക്കുന്നു. ഈസ്റ്റേൺ കേക്ക് ഉണ്ട്, ആ കേക്ക് ഉണ്ട്, ഈ കേക്ക് ഉണ്ട്, എലൈറ്റ് ഉണ്ട്, അമ്മ കേക്ക് ഉണ്ട്, അമ്മച്ചീസ് കേക്ക് ഉണ്ട്, എന്ത് വേണ്ട എല്ലാ പേരിലും കേക്ക് ഉണ്ട്. കടയിൽ വന്നതിന് ശേഷം ഏത് കേക്ക് ഞാൻ വാങ്ങും? ക്ലിയർ ആണ്. ക്രിസ്മസിന് നമ്മൾ പോകുന്നതാണ്, ഏത് കേക്ക് വാങ്ങും? ഇഷ്ടം പോലെ.
അതിൻ്റെ ഇടയിൽ വൈൻ ഇട്ട കേക്ക് ഉണ്ട്, വൈൻ ഇടാത്ത കേക്ക് ഉണ്ട്, മുന്തിരി കൂടുതലുണ്ട്, മറ്റേ ഡേറ്റ്സ് വെച്ചിട്ട് കേക്കുകളുണ്ട്. ശരിക്കും കൺഫ്യൂസ്ഡാ ചില സമയത്ത് ചെയ്യുന്നത്. സോ ഈ അങ്ങനെയെങ്കിൽ ഇത്രമാത്രം പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ബേക്കറിയിൽ നിന്ന് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് എവിടോ മൂലക്ക് ഇരിക്കുകയാണ്. വൈ കസ്റ്റമർ പിക്ക് യുവർ പ്രൊഡക്റ്റ്? എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ചെയ്യാം? സ്ട്രാറ്റജി നമ്പർ 1, നിങ്ങൾക്കൊരു സെയിൽസ് മാനെ അവിടെ വെക്കാം, അല്ലെ? ക്യാൻ കൺവിൻസ് ദം. എത്ര കമ്പനികൾ അവിടെ വെക്കുന്നത്? എത്ര കമ്പനികൾ ഇപ്പൊ എലൈറ്റ് കൊണ്ട് സെയിൽസ്മാനെ വെക്കാൻ പോകും? യു കോൺസെൻട്രേറ്റ് സെലക്ട് സം റഷ് ആയിട്ടുള്ള ബേക്കറികളിൽ അവരുമായിട്ടൊരു ടൈ അപ്പ് ചെയ്യുക. ഇത്ര കേക്ക് ഞങ്ങളുടെ വിറ്റ് കഴിഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾക്ക് തന്നെ. പ്ലീസ് അലോ മൈ സെയിൽസ്മാൻ ടു സ്റ്റാൻഡ് ദെയർ. കൺവിൻസ് അബൌട്ട് ദ പ്രൊഡക്റ്റ്. ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് തൊപ്പി തരും. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? 4 പേര്. 4 ക്രിസ്മസ് തൊപ്പിയാണ് ഇതിന്റെ കൂടെ കിട്ടാൻ പോകുന്നത്. ഓഫർ സം അഡീഷണൽ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് എന്ന് പറയുന്നത് പാക്കിങ്ങിലുള്ള ഡിഫറൻസ് വരാം, ക്വാളിറ്റി അഷ്യൂർ എന്ന് പറഞ്ഞ സ്റ്റാമ്പ് അടിക്കാം. പക്ഷെ അവനൊക്കെ വന്ന് നോക്കണ്ടേ? അവൻ എലൈറ്റ് കണ്ടു, മറ്റ് ബ്രാൻഡഡ് ആയിട്ടുള്ള കണ്ട് അവൻ പിക്ക് ചെയ്തുകൊണ്ട് പോവാണ്. നമ്മുടെ ഏതെങ്കിലും കോർണറിൽ കൊണ്ടിട്ടേക്കാണ്. How he is going to pick it up? What kind of difference? So strategies ആലോചിച്ചിട്ട് ഓരോ സ്ട്രാറ്റജി, ഇപ്പോൾ 5 കടകളാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ 5 കടകളിലും ഡിഫറെന്റ് സ്ട്രാറ്റജീസ് നിങ്ങൾ എടുക്കും. പിന്നെ ഫോക്കസ് on, അതുകൊണ്ടാണ് ഫോക്കസ് ഓൺ ദ നിഷ് സ്ട്രാറ്റജി. ഏതൊരു ബേക്കറിയിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ, ഒരു മാളിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു. പിന്നെ മാർക്കറ്റ് പെനിട്രേഷൻ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റ് ഡെവലപ്മെന്റ് പറഞ്ഞു, മാർക്കറ്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പറഞ്ഞു, ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പറഞ്ഞു, ഡിജിറ്റൽ ട്രാൻസ്പോർട്ടേഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് യു നീഡ് ടു അപ്ഗ്രേഡ് ആൻഡ് അപ്ഡേറ്റ് ഡിജിറ്റലി. ഇന്ന് ഓൺലൈൻ, ഫോർ എക്സാമ്പിൾ, ഈ കടയിലൊന്നും ആള് വരുന്നില്ല. എന്റെ ബ്രദർ പറഞ്ഞാൽ കടയിലൊന്നും വരുന്നത്, വൈ ഡോണ്ട് ടു സ്റ്റാർട്ട് ഓൺലൈൻ? ഫാർമസി അല്ലേ ഓൺലൈൻ? ഞാൻ പറഞ്ഞു ചുമ്മാ തുടങ്ങി, ഇത്രയും രൂപയല്ലേ ഉള്ളൂ. സോ ഈസ് വർക്കിംഗ് ഓൺ ഇറ്റ് നൗ. Only the problem is like he cannot able to deliver. For example, പുള്ളിയുടെ കട തിരുവല്ലയിലാണ്, ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ he cannot deliver it. That's the only mention the geographical things. Make something different. You can only sit at home and order in online. പൈസ ഓൾറെഡി അതിനകത്ത് കിട്ടുമല്ലോ. അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു ഫാർമസി അല്ലേ, അല്ലെങ്കിൽ ഇത്രയൊക്കെ 2-3 ഫാർമസി അല്ലേ ഞങ്ങൾക്കുള്ളൂ, ആൾക്കാർ കസ്റ്റമേഴ്സ് ഒക്കെ കയറി വരുന്നുണ്ട്. ബട്ട് മേക്സ് എ ഡിഫറൻസ്. Are you a differentiator? Are you trying to digitalize your shop? ഒരു കാലത്ത് നോക്കൂ, ഞാൻ പറയുന്നു, ഈ ക്ലാസ്സുകൾ ഒരു പക്ഷേ നിങ്ങൾ ഇനി നാളെ ഫ്രീ ആയിട്ട് കാണണമെന്നില്ല. It is maybe paid. Use this wisely. So it is possibilities are there. That also money making thing. We can also think people can, even 1 rupees, if you pay and join this, if you 100 people join or 1000 people join, that is a money making thing. ഞാൻ 2 ആഴ്ച മുമ്പ് കൊച്ചിയിലായിരുന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത്, give them the free video first, then give them another one, level 2. You need to scale up your thing. Just we will charge 25 rupees. They are supposed to give free. So 25 rupees, everybody wanted to join. And I think എനിക്കൊന്നു ഒരു ആഴ്ച മാത്രം 1000 പേര്, സോറി 100 പേര്, 100+ ആൾക്കാർ ആ ഒരു 25യുടെ ചെറിയ ഒരു സ്ലോട്ടിന് വേണ്ടി എടുത്തു. Only 25 rupees. 25 into 100. ഇത്രയും നാള് ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. 2500 വന്നില്ലേ? So this is how you need to think. What is your cash cow? So think about that. Sustainable business practice വേണം. Recyclable ആണെങ്കിൽ അത് വേണം. പിന്നെ customer centric ആണ്, because customer is king. പിന്നെ collaborative on partnership, wherever the collaboration is needed,
റിക്വയർഡ്. കാരണം നമ്മുടെ അത്യാവശ്യമാണ് നമ്മൾ കാശ് ഉണ്ടാക്കുന്നത്, വേറൊരാടെയല്ല. ഇപ്പൊ ഞാൻ കാശ് ഉണ്ടാക്കണമെന്നുള്ളത് എന്റെ ആഗ്രഹമാണ്, സാബു സാറിന്റെ അല്ല. സാബു സാറിന് കാശ് ഉണ്ടാക്കണമെന്നുള്ളത് സാബു സാറിന്റെ ആഗ്രഹമാണ്, എന്റെ ആഗ്രഹമല്ല. സോ ആ ആഗ്രഹത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന കോണ്ടാക്ട്, നിങ്ങളുടെ കോണ്ടാക്ട്സ്, നിങ്ങളുടെ മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് കോണ്ടാക്ട്സ് നമ്പർ എത്ര ഉണ്ടെന്ന് നോക്ക്. എത്ര പേര് വർഷങ്ങളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കാണത്തില്ല? Call them today or tomorrow. How happy she or he is going to be. കാരണം അവരും വിളിച്ചിട്ടില്ല. സോ മേക്ക് സം കൊളാബറേഷൻസ്, മേക്ക് സം എന്താ പറയുന്നത് ഐഡിയാസ്. വി ആർ നൗ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ സ്റ്റുഡൻസ് ഞാനൊരു ചോദ്യം ചോദിച്ചു. നമ്മൾ 10th പഠിച്ചതാ. ഞാൻ പറഞ്ഞത് ഇവിടെ ആരെങ്കിലും ടാക്സി ഓടിക്കുന്നത്, ഓട്ടോ ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു 3-4 പേര് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു താങ്ക് യു, ഇനി ഞാൻ നാട്ടിൽ വരുമ്പോൾ നിങ്ങളെ തന്നെ വിളിക്കത്തുള്ളൂ. ദ ബിസിനസ് ഇട്ടാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യമല്ലേ എന്റെ ആവശ്യമാണോ? ആരുടെ ആവശ്യമായിരുന്നു? ഗ്രൂപ്പ് ഉണ്ട്, ഓട്ടോ ഉണ്ട്, ടാക്സി ഉണ്ട്, പക്ഷെ ഇന്ന് വരെ കൂട്ടുകാരോട് പറയാൻ മടിയ. ദിസ് ഇസ് ഓപ്പർച്യൂണിറ്റി വിത്തിൻ യു. കലവാന്റെ എന്താ പറയുന്നത്, നാഭിയിലാണല്ലോ അതിന്റെ മണമുള്ളത്. പക്ഷെ ഇത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാക്കാനുള്ള എല്ലാ ടാലന്റും ഉണ്ട്. പക്ഷെ നമ്മൾ റൺ ചെയ്യുക, ഒന്നും ബിസിനസ്സേ ഇല്ല, ബിസിനസ് ഒന്നും. പക്ഷെ ഓൾറെഡി ഉണ്ട്. യു ആർ നോട്ട് എക്സ്പ്ലോറിങ് ഇറ്റ്. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ട്രാറ്റജീസ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. വി ആർ ഗോയിങ് ടു കം അപ്പ് വിത്ത് ന്യൂ കേസ് സ്റ്റഡീസ്. ഒരു കേസ് സ്റ്റഡീസ് കൊണ്ടുവന്ന് അതെനിക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് കൊണ്ട്, ഈ തിരക്കായത് കൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വി നീഡ് ടു ഗോ ഇൻ ഡീറ്റെയിൽ. അത് കുറച്ചൊന്ന് ആൾക്കാരെ ഒന്ന് നേരത്തെ അറിയിച്ച് എന്നൊരു ഡിസ്കഷൻ മോഡിൽ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. സോ ദാറ്റ് ആ ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രാറ്റജിയുമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളിൽ നിന്ന് എനിക്കും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി ഓവർ ടു സാർ ആൻഡ് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. താങ്ക് യു സാർ. തീർച്ചയായും പലതരം സ്ട്രാറ്റജികളുടെ എണ്ണം നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രാറ്റജികളൊക്കെ പലപ്പോഴും മറ്റുള്ളവർക്ക് ഒത്തിരി ഗുണപ്രദമാകുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ സ്വന്തം വർക്കൗട്ട് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ നമുക്കത് ആപ്ലിക്കബിൾ അല്ലായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ 600 കോടി ജനങ്ങളുള്ളിടത്ത് മറ്റാർക്കെങ്കിലും ഒക്കെ അത് ആപ്ലിക്കബിൾ ആകും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ. പൗരധർമ്മം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണ്ടി മാത്രമല്ല, ചുറ്റുപാടുകൾക്ക് വേണ്ടിയും കൂടെ നമ്മുടെ മനസ്സിനെ ഒന്ന് ടേൺ ചെയ്യും. സാറെന്ന് പറഞ്ഞ പോലെ നമ്മളെ ചർച്ചകൾ സ്ട്രാറ്റജിയെ ബേസ്ഡ് ആകട്ടെ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഏതൊരു കേസും ഇവിടെ ഓപ്പണായിട്ട് പറയുമ്പോൾ അതിൽ ചർച്ചകൾ വരും. ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മളെ മണ്ടൻ സ്ട്രാറ്റജി ഒന്നുമല്ല. സ്ട്രാറ്റജികൾ എപ്പോഴും വണ്ടർഫുൾ ആയിരിക്കും. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും പറ്റും. നമ്മളുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജികൾ കൃത്യമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനൊന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്താ ശക്തി ഉണ്ടാകാൻ ഇന്നത്തെ ക്ലാസ് വളരെയധികം ഗുണപ്രദമായി. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു സർവീസ് ആണെങ്കിലും അത് മിനിമം 12 തരത്തിലുള്ള സ്ട്രാറ്റജികളെ കുറിച്ച് പറഞ്ഞുള്ളൂ. പക്ഷെ അപ്പോൾ തന്നെ ദിവസങ്ങളെടുത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കണ്ടന്റ് നമ്മുടെ മുമ്പിൽ വന്നു. തീർച്ചയായിട്ടും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. നല്ലൊരു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സോ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജിയെ കുറിച്ചും കൂടെ മനസ്സിലൊന്ന് സംസാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളെന്തായാലും ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം A2Z ഇൻ ബിസിനസ് എന്ന് പറഞ്ഞ ഓൾറെഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ്സുകളൊന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ആരംഭിക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. എനിവേ, അപ്പം സുദീപ് സാറിന് താങ്ക്സ് പറയുന്നു. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ആരാണ് പറയുന്നത് ആദ്യം? സാറ് അതിനു മുമ്പ് സാറ് പറഞ്ഞ പോലെ മണ്ടൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ പോലെ മണ്ടൻ സ്ട്രാറ്റജിയും ഇല്ല, സ്ട്രാറ്റജിയേ ഉള്ളൂ. ടാറ്റ പറഞ്ഞ കാര്യം ഉണ്ട്. ഞാൻ തീരുമാനങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. ആ തീരുമാനങ്ങൾ കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാന്നുള്ളത് എന്റെ ചുമതലയാണ്. അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കും. അപ്പം
3M എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് അറിയാമല്ലോ. 3M അഡ്ഹസീവ് മെറ്റീരിയൽസ് ഉണ്ട്. അവിടെ പ്രൊഡക്ഷന്റെ ഒരു ഫെയിലിയർ ആയിരുന്നു. അവരുണ്ടാക്കിയ ഗമ്മ് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവര് ആ പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഗം സ്റ്റിക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അല്ലെ കുറച്ച് കഴിയുമ്പോൾ അത് ഇളകി വരുന്നു. അപ്പൊ ഇതിനെ അവർ ഒരു പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റി, അതാണ് പോസ്റ്റ്-ഇറ്റ്. അപ്പൊ ഇത് പക്ഷേ നമ്മൾ ഒരു പക്ഷേ ഇതാണ് കിട്ടുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റ് ആയി, ഇത്രയും പേപ്പർ വേസ്റ്റ് ആയി, ഇത്രയും ഗം വേസ്റ്റ് ആയി, മറ്റേ ഈ ഗമ്മ് പ്രൊഡക്റ്റ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന എന്തോ ഡിസ്റ്റർബൻസ് എവിടുന്ന്. കേൾക്കാലോ, കുഴപ്പമില്ല, കേൾക്കാം. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് പറയുന്നത് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ 3Mന്റെ കാര്യം തന്നെ പറഞ്ഞത്, ഒരു പക്ഷേ വേറൊരു കമ്പനി ആയിരുന്നെങ്കിൽ ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കാതെ അന്ന് ഈ മാനുഫാക്ചർ ചെയ്ത ആ ഓപ്പറേഷൻ മാനേജറെയും അന്ന് എന്ത് പറയുന്നത് ഈ ഗമ്മിന് വേണ്ടി ഇത് ചെയ്ത ഒരുപക്ഷെ സയന്റിസ്റ്റോ കെമിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്തവരെ ഒക്കെ ചിലപ്പോൾ ഒരു ഫയർ ചെയ്യാൻ സാധ്യതയുണ്ടായി. പക്ഷെ വേറാസ് ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഒന്നിച്ചിരുന്ന് പെട്ടെന്നൊരു സ്ട്രാറ്റജി വരുന്നത്. ഞാൻ ഇപ്പം വന്നെന്ന് പറഞ്ഞ പലരുടെ സ്ട്രാറ്റജി കേട്ടും കണ്ടും വന്ന് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഉണ്ടെങ്കിൽ ഓക്കെ, വേറെ ആൾക്കാർ പറയാന്? റോയ് സർ. സാറ് ഈ 1 മണിക്കൂർ കൊണ്ട് 12 സ്ട്രാറ്റജി പറഞ്ഞു. ഈ 12 സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മളിൽ വന്നേക്കണ പിന്നെ കുറെ ഡെവലപ്മെന്റ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ വരുവാണ്. സാറ് പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ വെച്ച് വരുമ്പോൾ ഇപ്പൊ ഞാനൊരു പ്രൊഫഷണലി ഒരു കൗൺസിലറാണ്. അപ്പൊ എൻ്റെ അടുക്കെ ബിസിനസ് വിഷയത്തില് നിരാശ തോന്നി, ബിസിനസ് ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആത്മഹത്യ ചെയ്യാതെ വരെ ആലോചിക്കുന്ന ഒരു സ്റ്റേജിലാണ് എന്ന് പറഞ്ഞൊരു കക്ഷി വന്നു. അപ്പോ ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഉള്ള കുറെ കാര്യങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക്, കാരണം അദ്ദേഹം 3-4 പാർട്ട്ണർഷിപ്പ് പോയിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്, അത് കഴിഞ്ഞ് പാർട്ട്നേഴ്സ് എല്ലാം ഇയാളാണ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ഈ പാർട്ട്നേഴ്സ് ഒക്കെ പിരിയാൻ തീരുമാനിച്ചു, അതൊക്കെ കാശ് കൊടുത്ത് പിരിഞ്ഞു. അപ്പൊ ആ കാശ് കൊടുത്ത് പിരിഞ്ഞും ലോണൊക്കെ എടുത്ത് കൊടുത്താ പിരിച്ചത്. അത് കഴിഞ്ഞ് ബിസിനസ് വലിയ കുഴപ്പമില്ലാണ്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കോമ്പറ്റേറ്റർ വന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് എന്തോ അസുഖം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്ത സമയത്ത് ബിസിനസ് ഡൗണായി. തിരിച്ചു വന്നിട്ട് മാർക്കറ്റ് പിടിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കും മനസ്സമാധാനം ഇല്ലാതെയാണ് അദ്ദേഹം വന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ച് അങ്ങനെ വിടുക എന്നുള്ളതിൽ കവിഞ്ഞല്ലാതെ ഇപ്പോ ആണെങ്കിൽ എനിക്ക് കുറെ കൂടെ അദ്ദേഹത്തെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും അദ്ദേഹത്തെ തിങ്ക് ചെയ്യാനുള്ളതായ ഒരു കപ്പാസിറ്റി എനിക്ക് കിട്ടി സാറിന്റെ ഈ 1 മണിക്കൂർ കൊണ്ടുള്ള ഈ 12 സ്ട്രാറ്റജി ഇതുകൊണ്ട്. അപ്പൊ ഒരു ബിസിനസ്സുകാരന് മാത്രമല്ല, ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ സ്ട്രാറ്റജി, സാറ് പറഞ്ഞ സ്ട്രാറ്റജിയിലെ അനലൈസ് കൊണ്ട് ഒത്തിരി ഗുണങ്ങളും പ്രയോജനം ചെയ്യുന്നു. ഇറ്റ്സ് എ വർത്തി. അത് തന്നെയല്ല സാറിന്റെ ആ ഡെഡിക്കേഷൻ ആ ട്രെയിനിങ്ങിൽ തന്നെ കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. ആ ഡെഡിക്കേഷൻ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം, അത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഡെഡിക്കേഷൻ കൂടി സാറിനുണ്ട്. ഇറ്റ്സ് റിയലി വളരെ വർത്തിയാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സാർ. സാർ പറഞ്ഞ പോലെ ഇതിപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ പലപ്പോഴും ഇത് ട്രെയിനിങ് മെറ്റീരിയൽ വേണ്ടിയുള്ളതല്ല ഞാൻ എടുക്കുന്നത്. സാറിന്റെ ക്ലാസ്സിൽ ചിലപ്പോൾ ലൈഫ് സംബന്ധിച്ചുള്ള അല്ലെ ഹെൽത്ത് സംബന്ധിച്ചുള്ള ക്ലാസ് ആയിരിക്കും ഞാൻ കേൾക്കുന്നത്. പക്ഷെ അത് അന്നേരം ഞാൻ റിലേറ്റ് ചെയ്യും, അയ്യോ ഇത് ട്രെയിനിങ് പറ്റുമല്ലോ, ഈ സംഭവം ഇങ്ങോട്ട് ഇട്ടാലോ, അവിടെ നിന്ന് അടിച്ചു മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. ഇപ്പൊ ഞാൻ ബൈബിളിലെ ചില കണ്ടന്റും എടുത്തല്ലോ, അപ്പൊ ഈ ബൈബിളിൽ മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ? ഇല്ല, അങ്ങനല്ല. മഹാഭാരതത്തിലെ കാണും, ചിലപ്പോൾ ഖുറാന്റെ കാണുമായിരിക്കാം. നമ്മൾ അതിൽ നിന്നൊക്കെ എടുത്ത് അത് നമ്മള് എന്താ പറയാ കൊളാബറേറ്റ് ചെയ്ത് പോവാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം അല്ലേ? കറക്റ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതെ 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 കസ്റ്റമേഴ്സിന്റെ അടുത്ത് കറക്റ്റായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നന്നായി ഒരു ഉപദേശം ആയിരിക്കും ഒരു പക്ഷേ കൗൺസിലിങ്ങിന്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സാറിന്റെ കൗൺസിലിങ്ങിന് ഒരു ചെറിയൊരു വാക്ക് മതി അവരതിൽ നിന്ന് മാറാൻ. അതൊക്കെ വലിയ പ്രയോജനമാണ്. ഇപ്പൊ സാറ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. കാരണം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എന്ന് പറഞ്ഞാൽ പ്രശ്നമായിട്ടുള്ളവരും അവസാനം അറ്റം ചെന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സാറിന്റെ അടുത്ത് എത്തുന്നത് അല്ലേ? പണ്ടൊക്കെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറ്റുന്നത് പനി വന്നാലൊന്നും ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകത്തില്ല. ഇന്ന് പേടിയാ, പനി റിലേറ്റ് ചെയ്ത് വേറെ വല്ലതുമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം സ്വയം ചികിത്സയാണ്, എല്ലാം ഗതികെട്ടിട്ടാണ്. എന്ന് പറഞ്ഞാൽ കൗൺസിലിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു എവിടുന്നേലും ഒരു സഹായം എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാ. ചിലപ്പോൾ ഒരു വാക്ക് മതി. അപ്പം ഇതിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവരെ. അപ്പൊ അത് സാറ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലത് തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാറിന്റെ നല്ല വാക്കുകൾക്ക് വളരെ താങ്ക്സ്. എന്തെങ്കിലും ഡീറ്റെയിൽ സ്ട്രാറ്റജീസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇന്ററാക്റ്റീവ് സെക്ഷൻ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്നാലും സാറിന് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് അല്ലേ, സാവു സാറിനും എക്സ്പീരിയൻസാണ്, അപ്പൊ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ ബ്രിങ് സം പ്രോബ്ലംസ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാന്നുള്ള, കാരണം നമുക്ക് വേറെ ആൾക്കാരൊന്നുമില്ല. വിൽ ഡിസ്കസ് സോ ദാറ്റ് ഇതിനകത്ത് സാവു സാർ പറഞ്ഞ ചിലപ്പോൾ മണ്ടൻ തീരുമാനമാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇത്രയും പേരല്ലേ അറിയത്തുള്ളൂ. സോ we are not going to the market. So at least some strategy. ഇത് 3M എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കേസ് സ്റ്റഡിയാണ്. അവര് ഒരു പക്ഷേ ആ ഒരു ഫാക്ടറി തന്നെ അടച്ചുപൂട്ടാനുള്ള പ്രൊഡക്ഷന് മിസ്റ്റേക്ക് പറ്റിയത്. പക്ഷെ ദേ തിങ്ക് ദാറ്റ് വന്നത് വന്നു, ഇനി നെക്സ്റ്റ് വാട്ട് ഇസ് നെക്സ്റ്റ് അല്ലേ സംഭവിച്ചു. തൂകിയ പാലിനെ കുറിച്ച് നമ്മള് പാല് തിളച്ചു പോയി കഴിഞ്ഞു, ഇനി അത് വാരി ഇടാൻ പറ്റത്തില്ലല്ലോ. ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിനെ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ആക്സിഡന്റ് നടക്കുകയാണ്, ആക്സിഡന്റ് ഒഴിവാക്കാൻ പറ്റുമോ? ആക്സിഡന്റ് ഉണ്ടായി, ഇനി നമ്മൾ മുന്നോട്ട് പോകണം. ജീവിക്കുകയാണെങ്കിൽ അത് ഏത് ലെവലിൽ ജീവിക്കുന്നത്? എത്രയോ പേര് ആക്സിഡന്റ് ഉണ്ടായി വീൽ ചെയറിൽ വന്ന് മോട്ടിവേറ്റ് ചെയ്യും അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ അനേക സ്പീക്കേഴ്സ്, they change the world. അപ്പൊ നമുക്ക് തന്ന അതൊരു നിമിത്തമാകാം ഒരു ആക്സിഡന്റ്. അതുവരെ ഫേമസ് അല്ലാത്ത ഒരു വ്യക്തി പെട്ടെന്ന് അത് കഴിഞ്ഞ ശേഷം എത്രയോ എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കേൾക്കാം. സാറേ നമസ്കാരം. നമസ്കാരം മാം. അതായത് സാറിന്റെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നിന്ന് കുറെ നമുക്ക് ഇതുവരെ ഇല്ലാത്ത കുറെ ഐഡിയാസ് വരുന്നുണ്ട് സാറേ. സത്യം പറഞ്ഞാല് അതിപ്പം സാറ് പറഞ്ഞില്ലേ, നിങ്ങൾ കുറെ കാര്യങ്ങൾ ചോദിക്കൂ, കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇൻഡക്റ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് പറയാനുള്ള, ഞാൻ സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ട് ഇരിക്കുമ്പോ കുറെ ലോണുകൾ കൊടുക്കുമ്പോൾ കുറച്ച്, അതായത് ഒരു 4-5 ആൾക്കാർ കൂടിയിട്ട് എടുക്കുന്ന ലോൺ ഉണ്ട്, മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് എന്ന് പറഞ്ഞിട്ട്. അപ്പം 4 വീലറാണ് എടുത്തത്, ടവേര പോലത്തെ 7 സീറ്റുള്ള വണ്ടി. അപ്പം അവരോട് അത് ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ അവർ പറഞ്ഞത്, നമ്മൾ നേരെ വണ്ടിയിൽ ആ 7 പേരും കൂട്ടിയിട്ട് നേരെ ലുലുവിൽ പോകുന്ന എറണാകുളം, അവിടെ തിരിച്ചു വരുമ്പം അവിടുന്ന് ഫ്ലൈറ്റിൽ അവരെ കയറ്റിയിട്ട് വീണ്ടും നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്. അതൊരു ഇതാണ് സാറേ. കാരണം ഫ്ലൈറ്റിൽ കയറാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നിട്ട് നല്ല ബിസിനസ്സാണ്, ശരിക്കും തിരിച്ചടവൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറയുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അതുപോലെ ലുലു എന്നുള്ള ലുലു മാളിൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എപ്പോഴും തിരക്കാണ്. പക്ഷെ അവരുടെ ഒരു ട്രിക്ക് സാറ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സാധനം പിന്നെ ചെറിയ പൈസക്ക് ഇന്ന് ഇതാണ്, ഇന്നത്തെ ഇത് എങ്ങനെയാന്നുള്ള രീതിയിലാണ്. അതുപോലെ എനിക്കിപ്പം അടുത്ത് എൻ്റെ ലൈഫിൽ എനിക്ക് അറിയാം, എന്റെ അനുഭവിച്ചത്, നമ്മളിപ്പം അസുഖമൊന്നും ഇല്ലെങ്കിലും മോളെ നിർബന്ധമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അവര് പാക്കേജാണ് സാറേ. ചില സ്ഥലത്ത് നമ്മളിപ്പം ബ്ലഡ് എന്താ പറയുക, ഷുഗർ ടെസ്റ്റ് അങ്ങനെല്ലാം നോക്കുമ്പോ അവർ എല്ലാം കൂടി സോഡിയം അതും ഇതെല്ലാം ഉള്ള ഒരു 1500 പാക്കറ്റാണ്.
ഇത് നിങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടാകുമ്പോ നമ്മള് അതിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് എൻ്റെ ഓർമ്മയെന്ന് വന്നതാണ്. പക്ഷെ എനിക്കിപ്പം ഒരു ചെറിയൊരു സാറ് പറഞ്ഞില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട് സാറേ. കാരണം എനിക്ക് തുടങ്ങാൻ ചെറിയൊരു ബിസിനസ് പോലെ തുടങ്ങണം. അതായത് ഒരു ചെറിയൊരു യോഗ സെന്റർ, അതിനോടനുബന്ധിച്ചിട്ട് ഒരു അക്യുപ്രഷർ ആൻഡ് ഹോളിസ്റ്റിക്കിന്റെ കുറച്ച് കാര്യങ്ങള്, പിന്നെ മെഡിറ്റേഷൻ റൂം, അതുപോലെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അക്യുപ്രഷർ എൻ്റെ കൂടെ പഠിച്ചു. അയാള് പിന്നെ അത് കൂടാതെ പിന്നെ ഇവിടെ പോയിട്ട് സ്റ്റീമും അതൊക്കെ പഠിച്ചു, തെറാപ്പിസ്റ്റിന്റെ ഇതൊക്കെ. അപ്പൊ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരേ ഇതില് സംഗതിയിൽ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ സാറിന് അതിനെന്തെങ്കിലും പറയാനുണ്ടോ പ്ലീസ്? ഓക്കെ, യോഗ സെന്റർ ഉണ്ട്, അക്യുപഞ്ചർ ഉണ്ട്. ഇത് ഇപ്പൊ മാം പറഞ്ഞ അനുസരിച്ച് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള സ്ട്രാറ്റജി പറയേണ്ട കാര്യമില്ല. ഓൾറെഡി ഇതിനെ റിലേറ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഉണ്ട്. യോഗ സെന്റർ ഉണ്ട്, അക്യുപഞ്ചർ ഉണ്ട്, പിന്നെ സ്റ്റീം ബാത്തിന്റെ കാര്യം പറഞ്ഞു, സ്റ്റീം റിലേറ്റഡ് ആയിട്ടുള്ള ഇത് പറഞ്ഞു. പിന്നെന്തോ ഒന്നുകൂടെ പറഞ്ഞായിരുന്നല്ലോ, മെഡിറ്റേഷൻ. ശബ്ദം കേൾക്കുന്നില്ല മാം, മൈക്ക് ഓഫ് ആണേ. കേൾക്കാം സാറേ. അല്ല വേറൊരു ഓക്കെ. യോഗ സെന്ററിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഒന്ന് യോഗ കംപ്ലീറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ആദ്യം തന്നെ എല്ലാം കൂടെ തുടങ്ങരുത്. അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഈ കസ്റ്റമറിനെ ഇപ്പൊ ഞാൻ സെയിൽസ് പറയുന്നത്, സെൽ റിപ്പീറ്റഡ്ലി, സെൽ അതർ പ്രൊഡക്ട്സ്, അപ്സ്കെല്ലിംഗ്. അപ്പൊ അപ്സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മള് യോഗ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് യോഗയിൽ 10 പേര് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ അവരോട് തന്നെ ചോദിച്ചു അക്യുപഞ്ചറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുക, ഇപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്ന. അപ്പൊ അക്യുപഞ്ചർ തെറാപ്പിസ്റ്റ് ഈസ് കമ്മിങ് വീക്ക്ലി വൺസ്. അപ്പോൾ വീൽ പ്രൊവൈഡിങ് എ സർവീസ്. അപ്പൊ അതിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യാം. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, യോഗ സെന്റർ തുടങ്ങി, അക്യുപഞ്ചറിന്റെ ആൾ വന്നിരിക്കുന്നു, മെഡിറ്റേഷന്റെ ആൾ വന്നിരിക്കുന്നു, സ്റ്റീമിന്റെ ഉള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട്. അപ്പം ഏറ്റവും കുറവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് യോഗ സെന്റർ. കാരണം ഒരു പ്ലാറ്റ്ഫോം മതി, മാറ്റ് ആൾക്കാർ കൊണ്ടുവരും, യു ഓൺലി ടീച്ച്. ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. അക്യുപഞ്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നില്ല, സ്റ്റീം ആണെങ്കിലും വരുന്നുണ്ട്. അപ്പൊ ഈ 4 സർവീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ പ്രൊവൈഡഡ്, അതായത് മെഡിറ്റേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന്റെ കൂടെ തന്നെ. ഈ കസ്റ്റമറെ തന്നെ അനൗൺസ് ചെയ്യുക. ഇപ്പം യോഗ സെന്റർ തുടങ്ങി, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ ഇതിനെ സ്പെഷ്യലിസ്റ്റിനെ വരുത്തുക. ഇപ്പൊ നമ്മൾ തന്നെ പല ഹോസ്പിറ്റലുണ്ടല്ലോ, സ്പെഷ്യലിസ്റ്റ് കമ്മിങ് ഓൺ വീക്ക്ലി ട്വൈസ് എന്ന് പറയുന്ന പോലെ ഇവരെ കൊണ്ടുവരിക, ഇവരുമായിട്ട് ഒരു ടൈപ്പ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചറിന്റെ ആള് പറയാം, ഇല്ല എനിക്കൊരു ദിവസം നിങ്ങൾ ഒരു 10,000 രൂപ എന്നെങ്കിലേ ഞാൻ വരത്തുള്ളൂ, പേഷ്യൻസ് ആരും കസ്റ്റമേഴ്സ് ആരും ഇല്ല, എന്ത് ചെയ്യും? അപ്പം കൃത്യമായുള്ള സ്ട്രാറ്റജി അവരോട് പറയുകയാണ്, എനിക്ക് ഞാൻ സ്പേസ് തരും, പരസ്യം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പരസ്യം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ പൈസ കൊടുത്തുള്ള പരസ്യമല്ല. ഐ കോൾ ഓൾ മൈ ഫ്രണ്ട്സ്, ഇഫ് ദേ ആർ കമ്മിങ്, ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പേര് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പെർസെന്റ്, നിങ്ങൾ കൂടുതൽ എടുത്തു പെർസെന്റേജ് വെക്കുക. അപ്പൊ എന്തുവാ, നമുക്ക് പുള്ളി വരുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടി. ചിലപ്പോൾ 70 പുള്ളിക്ക് കൊടുക്കാനായിരിക്കും, 20 നമുക്ക് കിട്ടത്തുള്ളായിരിക്കും. അപ്പം യു ഹാവ് അനദർ സർവീസ് ആൻഡ് ദർ ഇസ് നോ പെയിൻ ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളും. കാരണം സ്പെഷ്യലിസ്റ്റ് പുള്ളിയാണ്, പുള്ളി മെഡിസിൻ ചോദിക്കണം, ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ സജസ്റ്റ് ചെയ്യും, പുള്ളി തന്നെ പറയായിരിക്കും എന്റെ ട്രീറ്റ്മെന്റ് ഇതിലോട്ട് വരണമെന്ന് പറയും. അപ്പം ഇതായിരിക്കണം ആദ്യത്തെ ഒരു മോഡൽ പോവുക. ഫസ്റ്റ് ഇതില് പ്രോഫിറ്റ് ആണോ ഇല്ലയോ നോക്കിയിട്ട് വേണം അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ്. അല്ലെ പിന്നെ നമുക്ക് ഈ അക്യുപഞ്ചർ റെഗുലർ ആയിട്ട് ആൾക്കാർ കിട്ടുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ യെസ്, അക്യുപഞ്ചറിന്റെ ഒരാളെ വെക്കാം. അപ്പൊ അതിനുള്ള കോസ്റ്റ് എത്ര, കോസ്റ്റിനെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ഈവൻ ആണെന്നുണ്ടെങ്കിൽ എത്ര മാസം ഇടും? ഇപ്പം അക്യുപഞ്ചറിന്റെ മെറ്റീരിയലും ബെഡും കാര്യങ്ങളും എല്ലാം വേണമല്ലോ, അതിനുള്ള ക്ലോത്ത്, പിന്നെ വാഷ് ബേസിന്, അല്ലെ? അപ്പൊ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള
നിലം മീൻസ് കംപ്ലീറ്റ് ക്ലീൻ ആക്കാൻ വേണ്ടി ആൾക്കാരെ നിർത്തണം. മന്ത്രി എന്ന് പറഞ്ഞ പോലെ ഈ എക്സ്പെൻസ് വരാൻ സാധ്യതയുള്ളതും ബിസിനസ് വരാനുള്ള സാധ്യതയുള്ളതും നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് ബ്രേക്ക് ഈവൻ ചെയ്യുന്ന ഒരു മാസം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 6 months എനിക്ക് ബ്രേക്ക് ഈവൻ ആവും എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് തിരിച്ചു കിട്ടും, അല്ലെ 1 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വി നീഡ് ടു മേക്ക് എ അനദർ സ്ട്രാറ്റജി. എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? അറ്റ്ലീസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരിച്ചു കിട്ടണ്ടേ? നമ്മൾ എന്തിനാ തുടങ്ങിയത്? ലാഭം ഉണ്ടാക്കാനാ. അവസാനം ഇട്ട കാശ് പോലും നഷ്ടത്തിലാവും. അപ്പൊ അതിന് ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് യോഗ സെന്റർ തുടങ്ങുന്ന ഈ യോഗ സെന്ററിനോട് അനുബന്ധമായി എന്തെല്ലാം തുടങ്ങുന്നു അതിന്റെ കോസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എത്ര ചാർജ് ചെയ്യുന്നത് വർക്ക്ഔട്ട് ചെയ്യാം. കോസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി വരും, തൂപ്പുകാർക്കുള്ള കാശ് വരും, അല്ലേ? അവിടെ ഫർണിഷ് ചെയ്യാനുള്ള കാശ് വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ മന്ത്ലി ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഇത്ര കസ്റ്റമേഴ്സ് വരുന്നില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇത്രയും സെറ്റപ്പ് ചെയ്തു, 1 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, ദാറ്റ് മീൻസ് ഐ ഡിവൈഡ് ഓൾ ദ എമൗണ്ട് ഇൻടു 12 months. അങ്ങനെയെങ്കിൽ എനിക്ക് മാസം യോഗ സെന്ററിൽ അല്ലെങ്കിൽ മാഷോ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ, ടീച്ചറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പൊ എനിക്ക് ഒരു മാസം ഏകദേശം 30,000 രൂപ എനിക്ക് ഏകദേശം ചെലവ് വരുന്നു. കോസ്റ്റ് ആണ് വരുന്നത്. അപ്പം മാഡത്തിനും ഒരു ഫീസ് ചാർജ് ചെയ്ത് മാഡവും വെക്കുക. ബിക്കോസ് യു ആർ നോട്ട് ഗിവിംഗ് ഫ്രീ സർവീസ്. അല്ല, ഞാനും യോഗ ടീച്ചറാണ്, അക്യുപ്രഷർ ഇപ്പൊ പഠിച്ചതാണ് സാറേ. അപ്പൊ എനിക്ക് രണ്ടും ആണ്. പക്ഷെ എനിക്ക് ഹെൽപ്പിന് അവര് വരും, എന്റെ ഫ്രണ്ട്സ്. അപ്പൊ അവർക്കുള്ള കോസ്റ്റ് എല്ലാം വർക്ക് ചെയ്തിട്ട്, അല്ല എക്സ്പെർട്ട് ആണെങ്കിൽ തന്നെയും ഇറ്റ് ഇസ് നോട്ട് ഫ്രീ ഓഫ് കോസ്റ്റ്. യു ടേക്ക് എ സാലറി, നോട്ട് എ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എടുക്കല്ലേ, പ്രോഫിറ്റ് ഇസ് ഫോർ ദ കമ്പനി. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക്. സോറി, എന്റെ ലാപ്ടോപ്പിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നേ. കേൾക്കാമോ? സമയം കുറെ വൈകി. അല്ലെ, ലാപ്ടോപ്പിന്റെ ഒരു കുഴപ്പമായിരുന്നു. അത് ചാർജ് പോയത് ഞാൻ അറിഞ്ഞില്ല. അത് കുത്തി വെച്ചിരിക്കുമല്ലായിരുന്നു. ഓക്കെ. അപ്പം യോഗ സെന്ററിൽ പഠിപ്പിക്കുന്ന മാഡത്തിനൊരു ഫീസ് അറിയാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് ഒരു ബിസിനസ് മോഡൽ തുടങ്ങുന്നത്. ഇനി നെക്സ്റ്റ് കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളത് മാഡം ചെയ്യാം. ഏതൊക്കെയാണ് കസ്റ്റമേഴ്സ് എന്നുള്ളത്, ടാർഗറ്റ് കസ്റ്റമേഴ്സ്. അപ്പൊ അവരെ എങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റും? ഒരു പ്രോഫിറ്റ് മോഡൽ ആക്കണ്ടേ? അതിനുവേണ്ടി പരസ്യം കൊടുക്കല്ലേ. അതേ പറയാം. സാബു സാറിന്റെ ഇതിലാണോ സൗണ്ട് വരുന്നത്? ഓക്കെ. സാബു സാറിന്റെ എനിക്കൊന്ന് ബൈ മിസ്റ്റേക്ക് വന്നാണ് തോന്നുന്നു. ഓക്കെ. അപ്പം ഒരു ബിസിനസ് മോഡൽ തയ്യാറാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് എത്ര പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഒരു ബിസിനസ് മോഡലിന്റെ കോസ്റ്റ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് കസ്റ്റമർ വരണ്ടേ. കസ്റ്റമർ ഏത് കസ്റ്റമർ? നോൺ കസ്റ്റമർ ആണോ അൺനോൺ കസ്റ്റമർ ആണോ വരുന്നത്? കാരണം നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ അയൽവക്കുകാർ വരും, നമ്മുടെ എന്താ പറയുക പരിചയമുള്ള അല്ലെ നമ്മള് ലൊക്കാലിറ്റി വരുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ അവരെന്ന് പറയുന്നത് നമ്മുടെ ബോണസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക. കസ്റ്റമർ ഈസ് ആൻ അൺനോൺ കസ്റ്റമർ. ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് എന്റെ ബ്രദറിന് ഫാർമസി ഉണ്ട്. ഫാർമസിന്ന് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹി തിങ്സ് ദാറ്റ് ഇസ് എ ബോണസ്. ഐ എം നോട്ട് എ കസ്റ്റമർ ഫോർ ഹിം. നമ്മളൊരു കസ്റ്റമർ ആണ് ഈ ആള്, അല്ലെങ്കിൽ അനിയൻ എന്റെ ഫാർമസിയിൽ നിന്ന് വാങ്ങുന്നു എന്ന് പ്രതീക്ഷിച്ച് പുള്ളി ഇരുന്ന് കഴിഞ്ഞാൽ ബിസിനസ് മോഡൽ ഇസ് റോങ്. ക്ലിയർ ആണ്? അപ്പോൾ അറിയാൻ വയ്യാത്തവർ വാങ്ങുമ്പോഴാണ് യുവർ ബിസിനസ് ഇസ് ഗോയിങ് ടു ബി പ്രോഫിറ്റബിൾ.
യെസ്. മറ്റേത് വരട്ടെ, നമുക്കറിയാവുന്നവർ റിപ്പീറ്റഡ് ആയിട്ട് വന്നോട്ടെ, അവർ വന്നോട്ടെ. ദിസ് ഓൾ ബോണസ് തിങ്സ്. ഞാൻ പറഞ്ഞത് ആ മൈൻഡ് സെറ്റ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പറഞ്ഞാൽ കീപ് ഓൺ ഫൈൻഡിങ് ന്യൂ കസ്റ്റമേഴ്സ്. അതെങ്ങനെ ചെയ്യണം? ഒന്ന്, ഇതിനെ കുറിച്ചുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ. അത് വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇട്ട് കഴിഞ്ഞാൽ 1000-2000 രൂപയ്ക്കും ഒക്കെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, വർക്ക് ചെയ്ത ഗ്രൂപ്പുകളുണ്ട്, സ്കൂൾ ഗ്രൂപ്പുകൾ കാണും, കോളേജ് ഗ്രൂപ്പുകൾ കാണും, ഫ്രണ്ട്സ് ഗ്രൂപ്പ് കാണും. അപ്പൊ അങ്ങനെ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഗ്രൂപ്പുകൾ കാണും. അപ്പൊ ഈ ഗ്രൂപ്പുകളൊക്കെ ഞാൻ അറിയിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്നതിന് ശേഷം IAM അലൂമിനിയുടെ ഗ്രൂപ്പിലുണ്ട്. ഞാൻ പറഞ്ഞു, മൈ നെയിം ഇസ് സുദീപ് ചെറിയ, IAM അലൂമിനസ്. ഇത് ഈ വർഷമാണ് ഞാൻ നാട്ടിൽ വന്നു. ഐ എം ലുക്കിംഗ് ഫോർ സച്ച് എൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞു ദർ ഇസ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ മഹീന്ദ്രയിലെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്കൊക്കെ എന്നെ ആൾക്കാർ IAM ആയതുകൊണ്ട് കുറച്ച് പേര് റെക്കമെൻഡ് ചെയ്തു. മീൻസ് ദർ ഇസ് എ പൊസിഷൻ, ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ ഐ ഡിസൈഡഡ് ദാറ്റ് ഓക്കെ, 25 വർഷം അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തു, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല, കേരളത്തിൽ സെറ്റിൽ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ച്. സോ ഐ തോട്ട് ലൈക്ക് തിരിച്ചിനിയും കേരളത്തിന് വെളിയിൽ പോകാൻ താല്പര്യമില്ല, വീടിനടുത്ത് അല്ലെങ്കിൽ നിയർ ബൈ. ദാറ്റ്സ് മൈ ഡിസിഷൻ. അപ്പൊ അവിടെ ഞാൻ ഡിസിഷൻ എടുത്ത് എല്ലാവരുടെ അടുത്തും അറിയിച്ചു കഴിഞ്ഞപ്പോൾ ദേ ആർ വർക്കിംഗ് ഫോർ മീ. ബിക്കോസ് അതിന്റെ ഉത്തരം പറയുന്നെന്ന് പറഞ്ഞാൽ, എന്റെ പ്രൊഫസർ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഇങ്ങനെ ഒരു ലോ രീതിയിൽ വർക്ക് ചെയ്യുന്നത് IAM-കാർക്ക് നാണക്കേടാ. മനസ്സിലായോ? ഞാൻ എന്നെ പുകഴ്ത്തി പറയല്ല. അപ്പം മാഡം ചിന്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ലോ ലെവലില് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാവുന്ന, നമ്മളെ ആശ്രയിച്ചാ മാഡം ജീവിക്കുന്നത്. യുവർ ടാർഗറ്റ് ഇസ് നോട്ട് യുവർ നോൺ പീപ്പിൾ, യുവർ ടാർഗറ്റ് ഇസ് അൺനോൺ പീപ്പിൾ. ദേ കം ആൻഡ് ഗീവ് ടെസ്റ്റിമണി. ചെയ്യണം, മാഡത്തിന്റെ ക്ലിനിക്ക് വന്നു, യോഗ സെന്റർ ബെനിഫിറ്റ് ചെയ്തു, അക്യുപഞ്ചറിന് ബെനിഫിറ്റ് ചെയ്തു എന്ന് പറയുന്ന സ്ട്രാറ്റജി. അത് സ്ട്രാറ്റജി നമ്പർ 1 എന്ന് പറയുന്നത് റീച്ചിങ് ഔട്ട് ടു കസ്റ്റമേഴ്സ്. അപ്പം ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. പ്രായമുള്ളവരാണോ വരുന്നത്, ചെറുപ്പക്കാരാണോ വരുന്നത്? അപ്പോൾ പിന്നെ ഇതേ സിമിലർ ആയിട്ടുള്ള യോഗ സെന്ററും അക്യുപഞ്ചറും ഉണ്ടല്ലോ, അതാണ് കോമ്പറ്റീറ്റേഴ്സ് അനാലിസിസ്. അവരെന്ത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കുക. അവരവിടെ എത്ര പേര് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അത് ഏത് പ്രായക്കാരാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റേഴ്സിന്റെ ഒരു അനാലിസിസ് എടുക്കുക. അവരെന്ത് സ്ട്രാറ്റജീസ്, എത്ര വർഷം കൊണ്ട് അവർ ഇന്നെത്തി, അവരുടെ അടുത്ത് കൺസൾട്ടൻസ് ആരൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് അവർ ഓൺ എന്താ കോമ്പറ്റീറ്റേഴ്സ് അനാലിസിസ്. പിന്നെ മാർക്കറ്റ് അനാലിസിസ്, ഇതിന്റെ പോസിബിലിറ്റി. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഈ ഒരു യോഗ സെന്ററിൽ നിങ്ങൾ ശരീരം നോക്കുന്ന, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, റിട്ടയർ ചെയ്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യോഗ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് ഇരിക്കുന്നത് നമ്മുടെ ശ്വാസത്താണ്. ശ്വാസം വിടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ലങ്സ് ആണ് ക്ലിയർ ചെയ്യേണ്ടത്. എന്റെ ക്ലിനിക്കിൽ വരൂ, എന്റെ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു യോഗ സെഷൻ ഞാൻ ചെയ്യാം. ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കും മാഡം. See this, once they come in, they will stay with you. ഒരു ഫ്രീ ആയിട്ട് കുറച്ച് പേരെ എടുക്കുക, 50 പേര് വരിക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കുക. ബ്രീത്തിങ് ആണ് പ്രോബ്ലം. കൊറോണ സമയത്ത് യു റിമെമ്പർ, കൊറോണ സമയത്ത് എന്താണ് പ്രോബ്ലം? യു മേക്ക് സം വീഡിയോസ്. യു റിമെമ്പർ മൈ ഡിയർ ഫ്രണ്ട്സ്, കൊറോണ സമയത്ത് ബ്രീത്തിങ് ആണ്. ഇന്ന് നമ്മുടെ വായു ഇത്ര ശതമാനം പൊള്യൂട്ടഡ് ആണ്. ഒരു WHO റിസൾട്ട് ഒക്കെ എടുത്തോ, എവിടെയെങ്കിലും കാണും പൊല്യൂഷന്റെ. മാഡം എവിടെ, കോട്ടയത്താണോ എറണാകുളം, എവിടെ സ്ഥലം? ഞാൻ നീലേശ്വര സാറേ, കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ആണെങ്കിൽ അവിടെ നോക്കുക, പൊല്യൂഷന്റെ ലെവൽ നോക്കുക. റിപ്പോർട്ട്സ് ഇറ്റ് ഇസ് അവൈലബിൾ. ഈ കാസർഗോട്ടെ പൊല്യൂഷന്റെ ലെവല് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ ഇതാണ്. കുറച്ച് കാരണം നമ്മൾ ഡീപ് ബ്രത്ത് എടുത്തില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം. ആ ഡീപ് ബ്രത്ത് എങ്ങനെ എടുക്കുന്നു എന്ന് ഐ വിൽ ടീച്ച് യു. അപ്പൊ അങ്ങനെ ഓരോ സ്ട്രാറ്റജീസ് ഉണ്ടാക്കിയിട്ട് യു ഇൻവൈറ്റ് പീപ്പിൾ. മാഡം ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ. അപ്പം ഇത് പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, കൊച്ചു പിള്ളേരൊക്കെ എക്സസൈസ് വളരെ കുറവാണ്. അപ്പൊ എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യത്തില്ല, കാരണം ദേ തിങ്ക് ദേ ആർ ഹെൽത്തി. അങ്ങനെയൊന്നും അല്ല. സോ
അപ്പൊ അതിനുവേണ്ടി മാഡം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, മാർക്കറ്റിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, സെയിൽസ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് ക്ലിയർ ആയിട്ട് ഹിറ്റ് ചെയ്യാൻ സാധിച്ചാൽ അപ്പൊ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വരുന്നവരുടെ ഡീറ്റെയിൽസ്, അപ്പൊ അവർക്ക് ഗൂഗിൾ ഫോം കൊടുക്കുക. ഗൂഗിൾ ഫോം വന്നു കഴിഞ്ഞാൽ ദേ ഫിൽ ദ ഡീറ്റെയിൽസ് ആൻഡ് യു ഗെറ്റ് ദെയർ ഇമെയിൽ ID, ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ, എവറിത്തിങ് ഇസ് ദെയർ. അല്ലെങ്കിൽ മാഡം ഒരു യോഗ സെന്റർ തുടങ്ങി ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, എല്ലാവരും വന്ന് യോഗ എടുത്തിട്ട് തിരിച്ചു പോകും, ഒരുത്തന്റെ ഫോൺ നമ്പർ ഇല്ല. ക്ലിയർ ആണോ? അപ്പൊ അവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അടുത്ത വർഷം സ്കൂളുകളിൽ പാഠ്യവിഷയമാവുന്നുണ്ടെന്ന് തോന്നുന്നു സാറേ യോഗ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈവൻ സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, താങ്ക് യു സോ മച്ച്. സ്കൂളുകളിൽ സൗജന്യമായ യോഗ ക്ലാസ്സുകൾ എടുക്കുക. സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലിയുടെ സമയത്ത് യു മേക്ക് സം കൊളാബറേറ്റീവ് വർക്ക് വിത്ത് 1-2 സെഷൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പാള് അല്ലെങ്കിൽ തന്നെ പറയും, മാഡം എല്ലാ ആഴ്ചയും വന്ന് ഒരു 1 അവർ സെഷൻ എടുക്കൂ അസംബ്ലിയുടെ കൂടെ. ദാറ്റ് ഈസ് ആൻ അഡീഷണൽ ഇൻകം ഫോർ യു. അപ്പൊ അത് തന്നെ അഡ്വർടൈസ് ചെയ്യാം. ഞാൻ ഇന്ന സ്കൂളുകളിൽ ഇന്ന കോളേജുകളിൽ യോഗ ഗുരുവായിട്ട് പോകുന്നുണ്ട്. സീരിയസ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ലെവലിൽ തിങ്ക് ചെയ്യണം. തിങ്കിങ്ങിൽ മാത്രമേ കിട്ടുവാൻ പറ്റൂ. താങ്ക് യു സാർ. ഓക്കെ. അപ്പോൾ രമാവതി മാമിന് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ സ്ട്രാറ്റജി. അതിനുശേഷം നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ അത് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഇപ്പം ഡയറക്റ്റ് നമ്മളെ സുദീപ് സാറിനോട് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു ഫാക്ടർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ മണി എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണെന്ന് നമ്മൾ ഓർക്കണം. പല സെന്ററുകളും തുടങ്ങി അതുപോലെ പൊട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം. കാരണം ഇത് തുടങ്ങുമ്പോൾ നമ്മൾ ശരിയാണെന്ന് തോന്നും, പക്ഷെ പബ്ലിക്കിന് എത്രമാത്രം ഈ ഒരു രീതിയോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം ഇതിപ്പോഴും പബ്ലിക്കിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ റിസ്ക്. അപ്പൊ ആ ഭാഗം കൂടെ നോക്കി മാമൊന്ന് ചിന്തിച്ചോളൂ. ഇതിപ്പം സുധീർ സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ബേസ് ചെയ്ത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. നമുക്കത് ഡിസ്കസ് ചെയ്യാം. നല്ലൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. എന്റെ ഫ്രണ്ട്സ് കുറച്ചാൾ തുടങ്ങി സാറേ. തുടങ്ങിയിട്ട് നല്ല ഇതായിട്ടുണ്ട്. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഞാനൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതൊരു പക്ഷേ നല്ലതിനായിരിക്കും. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്കൊരു കൺസൾട്ടൻസി സർവീസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യാൻ, ഓണ്ടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വി ഹാവ് പ്രൊഫഷണൽസ് അല്ലെ. എന്തുമാത്രം ആൾക്കാരാണ് 1000 ദിവസം കളിക്കുന്ന ലൈഫിനെ കുറിച്ചും ഇപ്പൊ യോഗയെ കുറിച്ചും മാഡം ഉണ്ട്. അപ്പം we can give a solution to the people. Even നമുക്ക് കോളേജുകളിലായാലും സ്കൂളുകളിലായാലും we can give a free service and also we can make an income generation also at the same time. അല്ലെ, യോഗയില് ഓൺലൈൻ സെഷൻസ് ചെയ്യാം മാഡത്തിന്. ഓൺലൈൻ ആകുമ്പോൾ എവിടെയും റീച്ച് ചെയ്യാം. സോ ദാറ്റ്സ് വാട്ട്, ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. വിൽ വർക്ക് ഓൺ ദിസ്. ആൻഡ് താങ്ക് യു സാർ. സോറി കേട്ടോ, ഇപ്പൊ ഒരു കോള് വരുന്നുണ്ട്. അപ്പൊ അത് താങ്ക് യു Roy sir. Okay, thank you.